അപ്പം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് എക്കോണമി 1 ഇയർ കറണ്ട് അഫയേഴ്സിന്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യുന്ന അതിൽ എക്കോണമിയുടെ ക്ലാസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എക്കോണമിയുടെ രണ്ടാമത്തെ ക്ലാസ് ആണ്. ഓൾറെഡി ഒരു ക്ലാസ് എക്കോണമിയുടെ എടുത്തിട്ടുണ്ട്. PT 365 വിഷന്റെ ഒരു വർഷത്തെ കറണ്ട് അഫയേഴ്സ് ബേസ് ചെയ്താണ് ക്ലാസ് എടുക്കുന്നത്. ഡീറ്റെയിൽ ആയിട്ട് ഓരോ ടോപ്പിക്കുകളായിട്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ടോപ്പിക്ക് നമ്മൾ ഫസ്റ്റ് ടോപ്പിക്കായിട്ടുള്ള ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിരുന്നു. നമുക്ക് ഇന്ന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫിസ്ക്കൽ പോളിസി എന്നുള്ള ഒരു ടോപ്പിക്കാണ് നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഫിസ്ക്കൽ പോളിസി കാണാൻ പറ്റും. ഫിസ്ക്കൽ പോളിസിയിൽ തന്നെ സ്റ്റേറ്റ് ഫിനാൻസ്, പബ്ലിക് ഡെപ്റ്റ് തുടങ്ങിയ വ്യത്യസ്ത ടോപ്പിക്കുകൾ നോക്കാനുണ്ട്. പൂർണ്ണമായിട്ടും ക്ലാസ് കാണാം. ഓക്കെ, അതുപോലെ തന്നെ ഇന്നലത്തെ ക്ലാസ്, കഴിഞ്ഞ ക്ലാസ് കാണാത്ത ആളുകൾ ഉണ്ടെങ്കിൽ നമ്മുടെ ഈ ചാനലിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ പൊളിറ്റിയുടെ എക്കോണമിയുടെ കറണ്ട് അഫയേഴ്സ് 1 ഇന്ന് 2 ചെയ്യും. അതുപോലെ തന്നെ പൊളിറ്റിയുടെ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സുകൾ, പിന്നെ കൂടാതെ ഫ്രീ ക്ലാസ്സുകളായിട്ട് നമ്മൾ റിവിഷൻ വേണ്ടി UPSC പ്രിലിംസിലേക്കുള്ള റിവിഷൻ എന്ന രൂപത്തിൽ ഓൾറെഡി എല്ലാ ക്ലാസ്സുകളും തുടങ്ങിയിട്ടുണ്ട്. ആ ക്ലാസ്സുകളുടെ ലിങ്ക് ഒക്കെ നമ്മുടെ ഈ യൂട്യൂബ് ചാനൽ അവൈലബിൾ ആണ്. പ്ലേലിസ്റ്റിൽ നോക്കിക്കഴിഞ്ഞാൽ ഓരോ സബ്ജക്ട് വൈസ് ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അവിടെ ക്ലാസ് കാണാവുന്നതാണ്. കാണാത്ത ആളുകൾ ഉണ്ടെങ്കിൽ കാണാം. ഓക്കെ, നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് ഫിസ്ക്കൽ പോളിസി അതിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് ഇപ്പൊ നിങ്ങൾ സെൽഫായിട്ടൊക്കെ പഠിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ മറ്റൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ പോയി പഠിക്കുന്ന ആളുകളോ ആയിരിക്കും UPSC പ്രിപ്പയർ ചെയ്യുന്നത്. നിങ്ങളുടെ പഠനം പല സമയത്തും ഒരു വ്യക്തമായ ട്രാക്കിലൂടെ കൊണ്ടുപോകാൻ പറ്റാത്ത ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യാൻ പറ്റാത്ത ബുദ്ധിമുട്ട് നേരിടുന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാ സമയത്തും ആൻസർ റൈറ്റിംഗ് നടത്താനും അത് ചെക്ക് ചെയ്യാനും, പഠിക്കുന്ന ഒരു മോട്ടിവേഷൻ ഡിമോട്ടിവേറ്റ് ആവുന്ന സമയത്ത് ഒന്ന് മോട്ടിവേറ്റ് ചെയ്യാനും, അതുപോലെ തന്നെ നമ്മളൊന്ന് പഠിക്കാൻ വേണ്ടി മടി വരുന്ന സമയത്ത് ഒരു ഫോഴ്സ് ചെയ്യാനൊക്കെ നിങ്ങൾക്ക് ഒരു മെൻറ്ററെ നിങ്ങൾക്ക് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നമ്മുടെ ഇൻഡിവിജ്വൽ മെന്റർഷിപ്പ് പ്രോഗ്രാം ഉണ്ട്. കംപ്ലീറ്റ് ആയിട്ട് 1 ഇയറിലോട്ട് നിങ്ങളെ ഓരോ സമയത്തും ട്രാക്ക് ചെയ്ത് കൊണ്ടുപോകുന്ന, ഞാൻ ഡയറക്റ്റ് ആയിട്ട് മെന്ററിങ് തരുന്ന പ്രോഗ്രാമാണ്. താല്പര്യമുള്ള ആളുകളോ അല്ലെങ്കിൽ അതിനെ കുറിച്ച് കൂടുതൽ അറിയാനോ അവരുടെ നമ്പറുമായി നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. 8590840250 എന്നുള്ള ഈ നമ്പറിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാവുന്നതാണ്. താല്പര്യമുള്ള ആൾക്ക് ജോയിൻ ചെയ്യാം. നിങ്ങളുടെ UPSC എന്നുള്ള ലക്ഷ്യം പൂർണ്ണമായിട്ടും അതിലേക്ക് എത്തിക്കുന്നതിൽ വേണ്ടി നിങ്ങളെ സഹായിക്കുന്ന ഒരു മെന്റർഷിപ്പ് പ്രോഗ്രാമാണ്. 1-to-1 മെന്ററിംഗ് ആണ്. 2 രീതിയിലുള്ള പ്രോഗ്രാം ഉണ്ട്. ഡെയിലി മെന്ററിംഗ് ഉള്ളതുണ്ട്, വീക്കിലി മെന്ററിംഗ് ഉള്ളതുണ്ട്. കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് ഉള്ള നമ്പറുമായിട്ട് ബന്ധപ്പെടാവുന്നു. ഓക്കെ, അതുപോലെ തന്നെ മറ്റുള്ള ആളുകൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പൊ നമുക്ക് ഇന്ന് നോക്കാനുള്ള ടോപ്പിക് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഫിസ്ക്കൽ പോളിസി. നമുക്കറിയാം 2 തരം പോളിസിയാണ് നമുക്ക് എക്കോണമിയിൽ ഉള്ളത്. ഏതൊക്കെയാണ്? ഒന്ന് എന്ന് പറയുന്നത് ഫിസ്ക്കൽ പോളിസി, ഒന്നാമത്തെ. രണ്ടാമത് എന്ന് പറയുന്നത് മോണിറ്ററി പോളിസി. മോണിറ്ററി പോളിസി എന്ന് പറയുന്നത് ആരുടെ പോളിസിയാണ്? ഫിസ്ക്കൽ പോളിസി എന്ന് പറയുന്നത് എടുക്കുന്നത് ഗവൺമെന്റ് ആയിരിക്കും. അതേസമയത്ത് മോണിറ്ററി പോളിസി എടുക്കുന്നത് RBI ആയിരിക്കും. RBI ചെയ്യുന്ന ഇപ്പൊ ഗവൺമെന്റ് പോളിസിയുമായി 2 കാര്യങ്ങളാണ് ചെയ്യാനുള്ളത്. ഒന്നെങ്കിൽ എന്ത് ചെയ്യുക, ടാക്സും കാര്യങ്ങളൊക്കെ കൂട്ടുന്ന, ഈ വരുമാനം കൂട്ടുന്ന പബ്ലിക് ഇൻകം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ. രണ്ടാമതായിട്ട് ചെലവാക്കുന്ന പബ്ലിക് ഡെപ്റ്റ്. ഓക്കെ, റവന്യൂ ആൻഡ് ഡെപ്റ്റ് ആണ്. RBI അതിന്റെ ഭാഗമായിട്ട് 2 രീതിയിലുള്ള പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. ഓക്കെ, നമുക്കൊന്ന് എന്ന് പറയുന്നത് അളക്കാൻ പറ്റുന്ന രീതിയിലുള്ളത്, ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ളത്, മറ്റു ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള. RBIയുടെ പോളിസി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് പഠിക്കാം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഫിസ്ക്കൽ പോളിസിയാണ്. ഫിസ്ക്കൽ പോളിസി എന്ന് പറയുന്നത് ഗവൺമെന്റ് പോളിസിയാണ് കേട്ടോ. അതുമായി ബന്ധപ്പെട്ട് ജസ്റ്റ് എന്താ പറഞ്ഞോളൂ, ഇമ്പോർട്ടന്റ് ആണ്. ഫിസ്ക്കൽ പോളിസിയും മോണിറ്ററി പോളിസിയും. ഫിസ്ക്കൽ പോളിസിയെ കുറിച്ച് തന്നെ എന്താണ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ഫിസ്ക്കൽ പോളിസി എന്ന് പറഞ്ഞിട്ട് എന്തായാലും ക്വസ്റ്റ്യൻ ആയിട്ടുണ്ട് പ്രിലിംസിന്. അപ്പൊ അതിൽ കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് നോക്കുകയാണെങ്കിൽ, ഒന്നാമത്തെ ഉണ്ടായിരുന്ന സ്റ്റേറ്റ് ഫിനാൻസുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അപ്പൊ അത് ന്യൂസിൽ വരാനുള്ള കാരണം എന്ന് പറയുന്നത്, ഇപ്പൊ പുതിയ റീസെന്റ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ചെയ്തിട്ടുണ്ട്, ഒരു ആനുവൽ റിപ്പോർട്ട് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. സ്റ്റേറ്റ് ഫിനാൻസ് എ സ്റ്റഡി ഓഫ് ദി ബഡ്ജറ്റ് ഓഫ് 2023-24 എന്നുള്ളതാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ തീം എന്ന് പറയുന്നത് റവന്യൂ ഡൈനാമിക്സ് ആൻഡ് ദ ഫിസ്ക്കൽ കപ്പാസിറ്റി ഓഫ് ദി ഇന്ത്യൻ സ്റ്റേറ്റ്സ് ചെക്ക് ചെയ്യുന്ന ഒരു റിപ്പോർട്ടായിരുന്നു. അപ്പൊ അതൊക്കെ എന്താ റിപ്പോർട്ട് എന്ന് അറിയണമെന്നില്ല, എന്താണ് അതിന്റെ ഫൈൻഡിങ്സ് എന്ന് പറയുന്നത്. ഒന്ന് എന്ത് ചെയ്യുന്നുണ്ട്, ക്യാപിറ്റൽ ഔട്ട്ലേ. ബജറ്റിൽ ഇപ്പൊ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് അതിന് കൂടുതൽ കൊടുക്കുമല്ലോ പൈസ. ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഇപ്പൊ റോഡ്, റെയിൽ അങ്ങനത്തെ കാര്യങ്ങൾ ഉണ്ടാകാൻ വേണ്ടില്ലേ, അത് എന്ത് ചെയ്തിട്ടുണ്ട്, ഇൻക്രീസ് ചെയ്തിട്ടുണ്ട് by 42.6%. ഓക്കെ, ഇൻക്രീസ് ചെയ്തിട്ട് ഇപ്പം 2.9% ഓഫ് ദി GDP-യിലേക്ക് എത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇൻക്രീസ് ആണ്. അപ്പൊ അത് ട്രെൻഡ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട് പ്രിലിംസിന്. അതിനു വേണ്ടി നമുക്ക് അറിഞ്ഞിരിക്കേണ്ടതാണ്. അപ്പൊ അത് എന്താണ്, ക്യാപിറ്റൽ ഔട്ട്ലേ കൂടണം. അത് സ്വാഭാവികമായിട്ടും ആലോചിച്ചാൽ മനസ്സിലാവും, നമ്മുടെ നാട്ടിൽ റോഡും റെയിലും പാലങ്ങളും സ്കൂളും ഹോസ്പിറ്റലും ഒക്കെ കൂടി വരില്ലേ. അപ്പൊ എന്തായാലും അത് അങ്ങനെ ചിന്തിക്കാം. രണ്ടാമത് പറയുന്നത് ഡെപ്റ്റ് ടു GDP റേഷ്യോ. ഡെപ്റ്റ് ടു GDP റേഷ്യോ ഓഫ് ദി സ്റ്റേറ്റ്സ് ഡിക്ലൈൻ ആണ്. 31% ഡിക്ലൈൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇപ്പൊ 27.5%-ലാണുള്ളത് എന്ന് അറിഞ്ഞിരിക്കുക. ഫിസ്ക്കൽ കൺസോളിഡേഷനെ കൊണ്ടുള്ളതാണ് ഡെപ്റ്റ് ടു GDP റേഷ്യോ. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഡെപ്റ്റ് എന്ന് പറയുന്നത് ഗവൺമെന്റിന്റെ ഡെപ്റ്റ്
അല്ലെങ്കിൽ സ്റ്റേറ്റ്സിന്റെ ഡെപ്റ്റ് GDP എത്ര ശതമാനം ഡെപ്റ്റ് ഉണ്ട്, കട ഉണ്ട് എന്നുള്ളതാണ്. മൂന്നാമത്തെ കാര്യം സ്റ്റേറ്റ്സ് കൺസോളിഡേറ്റഡ് ഗ്രോസ് ഫിസിക്കൽ ഡെഫിസിറ്റ് എന്ത് ചെയ്തിട്ടുണ്ട് ടു ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് GFD ടു GDP എന്ന് പറയും. ആ റേഷ്യോ ഡിക്ലൈൻ ആണ്. ഓക്കെ, അപ്പൊ അത് ഡിക്ലൈൻ ആണോ ഇൻക്രീസ് ആണോ അങ്ങനത്തെ ട്രെൻഡ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട്. അതിന് വേണ്ട ശതമാനം ഒന്നും വേണം നിർബന്ധമില്ല കേട്ടോ. പിന്നെ എന്താ പറയുന്നത് മറ്റേ ടാക്സ് ബൊയാൻസി എന്ത് ചെയ്തിട്ടുണ്ട്, ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ടാക്സ് ബൊയാൻസി എന്ന് പറയുന്നത് എന്താണ്, GSTയുടെ ഇംപ്ലിമെന്റേഷനെ കൊണ്ടാണ് ടാക്സ് ബൊയാൻസി കൂടിയിട്ടുള്ളത്. എന്താണ് ടാക്സ് ബൊയാൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് അറിഞ്ഞിരിക്കണേ. ടാക്സ് ബൊയാൻസി എന്ന് പറയുന്നത് റെസ്പോൺസീവ്നെസ് ആണ്. എന്തിന്റെ റെസ്പോൺസീവ്നെസ് ഓഫ് ടാക്സ് റവന്യൂ റെസിപ്റ്റ്സിന്റെ ടു ചേഞ്ചസ് ഇൻ ദ നാഷണൽ ഇൻകം. ഓക്കെ, അതിന് നമ്മൾ പറയുന്നവരാണ് റെഫേഴ്സ് ടു ദ റെസ്പോൺസീവ്നെസ് ഓഫ് ദി ടാക്സ് റവന്യൂ റെസിപ്റ്റ്സ് ടു ചേഞ്ചസ് ഇൻ നാഷണൽ ഇൻകം. ചേഞ്ച് ഉണ്ടാവുന്ന സമയത്ത് അതിന്റെ ടാക്സ് റവന്യൂ റെസിപ്റ്റിലാണ് റെസ്പോൺസീവ്നെസ് ആണ് ടാക്സ് ബൊയാൻസിയിൽ കാണിക്കുന്നത്. ടാക്സ് ബൊയാൻസി ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ എന്താണ്, ടാക്സ് റവന്യൂ കൂടാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഫാസ്റ്റർ റേറ്റിൽ. ഓക്കെ, ദാൻ നാഷണൽ ഇൻകത്തെക്കാളും ഫാസ്റ്റർ ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ ടാക്സ് കൂടുന്നുണ്ട് എന്നുള്ളതാണ്, ടാക്സ് റവന്യൂ കൂടുന്നുണ്ട് എന്നുള്ളതാണ്. അത് 1നേക്കാൾ കുറവാണെങ്കിൽ അത് അത്ര ഫാസ്റ്റ് ആയിട്ട് കൂടുന്നില്ല എന്നുള്ളത് മനസ്സിലാക്കാം. അപ്പം രാജ്യത്ത് ഇൻകം കൂടുമ്പോൾ അതിനനുസരിച്ച് ടാക്സ് കൂടണം നിർബന്ധമില്ല. ഓക്കെ, ആ ടാക്സ് ഇൻകം കൂടുന്നതനുസരിച്ച് ടാക്സ് കൂടുന്നുണ്ടോ എന്നുള്ളതൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുന്ന ഏതിലൂടെയാണ്, ഈ ടാക്സ് ബൊയാൻസിയിലൂടെയാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഗവൺമെന്റിന്റെ സ്റ്റേറ്റ്സിന്റെ എക്സ്പെൻഡിച്ചർ ഒക്കെ വരുന്ന സമയത്ത് എൻകേസിംഗ് കമ്മിറ്റി നമ്മൾ പഠിക്കണം. ഓക്കെ, അത് നമ്മൾ ഓൾറെഡി ചില കമ്മിറ്റീസ് പഠിക്കുന്നതാണ്. അതിൽ സ്റ്റാറ്റിക് ആയിട്ടുള്ള ടോപ്പിക്കിൽ എൻകേസിംഗ് കമ്മിറ്റി റെക്കമെൻഡേഷൻ എന്ന് പറയുന്നത് അവർ പറഞ്ഞിരുന്നു ഡെപ്റ്റ് ടു GDP റേഷ്യോ സെൻട്രലിന്റെതും സ്റ്റേറ്റ്സിന്റെ എന്ത് ചെയ്യണം, എത്ര ആയിരിക്കണം, 60% ആയി നിലനിർത്തണം എന്നുള്ള പ്രത്യേക റെക്കമെൻഡേഷൻ അതിൽ ഉണ്ടായത് 2023 കൂടി. അതിൽ 40% സെൻട്രലിന്റെതും 20% സ്റ്റേറ്റ്സും ആക്കി നിലനിർത്തണം എന്ന് പറഞ്ഞിരുന്നു. രണ്ടാമതായിട്ട് കമ്മിറ്റി സജസ്റ്റ് ചെയ്ത ഒരു എസ്കേപ്പ് ക്ലോസ് ഉണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ കൂടിയും റവന്യൂ ഡെഫിസിറ്റ് എന്ത് ചെയ്യണം, കുറയ്ക്കണം എന്നൊക്കെ പറഞ്ഞ് 2.5 എത്തിക്കണം എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ ഒരു എസ്കേപ്പ് ക്ലോസ് ഉണ്ട്. എസ്കേപ്പ് ക്ലോസ് എന്ന് വെച്ചാൽ സമയത്ത് നമുക്ക് എസ്കേപ്പ് ചെയ്യാൻ പറ്റും ഈ ടാർഗറ്റ്. എപ്പം ചില എക്കണോമിക് സിറ്റുവേഷൻസ്, എമർജൻസി സിറ്റുവേഷൻസ് ഉണ്ടാവുകയാണെങ്കിൽ ഇതിന് എസ്കേപ്പ് ചെയ്യാനുള്ള ഒരു ക്ലോസും അതിൽ കൊടുത്തിട്ടുണ്ട് 0.5% കേട്ടോ. ഡീറ്റെയിൽ ആയിട്ട് എൻകേസിംഗ് കമ്മിറ്റിയും ബജറ്ററി മാനേജ്മെന്റ് അതൊക്കെ എന്ത് ചെയ്യണം, ഡീറ്റെയിൽ ആയിട്ടൊന്ന് പഠിക്കണം, വിട്ടുപോകരുത്. അതാണ് ഒന്നാമത്തെ ന്യൂസ് ഉണ്ടായിരുന്നത്. അതിൽ തന്നെ വരുന്ന മറ്റൊരു ന്യൂസ് ആണ് ക്യാപിറ്റൽ സ്റ്റേറ്റ്സ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയും. ഓക്കെ, സ്റ്റേറ്റ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ന്യൂസ് വരാൻ കാരണം ഡിപ്പാർട്ട്മെന്റ് ഓഫ് എക്സ്പെൻഡിച്ചർ മിനിസ്റ്റർ ഓഫ് ഫിനാൻസ് എന്ത് ചെയ്തിട്ടുണ്ട്, അപ്രൂവ് ചെയ്തിട്ടുണ്ട് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് പ്രപ്പോസൽ ഓഫ് ദി 56,415 crores 16 സ്റ്റേറ്റ്സിലെ. അതിന് എന്തിന്റെ ഭാഗമായിട്ട് സ്പെഷ്യൽ അസിസ്റ്റൻസ് ടു ദ സ്റ്റേറ്റ്സ് ഫോർ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റിന്റെ ഭാഗമായിട്ട് അത് അപ്രൂവ് ചെയ്താണ് ന്യൂസിൽ വരാൻ കാരണം. അപ്പൊ ഈ സ്കീം എന്ന് പറയുന്നത് ഒരു 16ഓളം സ്റ്റേറ്റ്സിന് എന്ത് ചെയ്യാണ് 86,415 കോടി രൂപ കൊടുക്കുന്നതാണ്. ഒരു സ്റ്റേറ്റ്സ് ക്യാപിറ്റൽ ഫോർമേഷന് വേണ്ടി സ്പെഷ്യൽ അസിസ്റ്റൻസ് കൊടുക്കുകയാണ്. ഈ സ്കീംസ് എന്ന് പറയുന്നത് നമ്മുടെ ഫസ്റ്റ് 2011, 20, 21 സമയത്താണ്, COVID-19 ഉണ്ടായ സമയത്താണ് എന്ത് ചെയ്യുന്നത് കൊണ്ടുവരുന്നത് അറിഞ്ഞിരിക്കുക. ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എന്താണ്, സ്റ്റേറ്റ്സിൽ ക്യാപിറ്റൽ സ്പെൻഡിങ് ഒക്കെ ഉണ്ടായാലല്ലേ രാജ്യം സ്റ്റേറ്റ്സ് ഇങ്ങനെ വളരുള്ളൂ. മറ്റൊന്ന് ടു ബൂസ്റ്റ് ദ ക്യാപിറ്റൽ സ്പെൻഡിങ് എന്ത് ചെയ്യുക, സ്റ്റേറ്റ്സ് കൂട്ടാൻ വേണ്ടിയാണ്. അതുപോലെ തന്നെ ടു ഹാവ് ദ ഹയർ മൾട്ടിപ്ലയർ എഫക്ട് ഉണ്ടാക്കാൻ വേണ്ടി. അപ്പം മൾട്ടിപ്ലയർ എഫക്ട് എന്ന് പറയുന്നത് അതിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ആ പൈസ മറ്റൊരു ടീമിലേക്ക് എത്തും, അത് അടുത്ത ആൾ മറ്റൊരു ഉപയോഗിക്കും, അങ്ങനെ മൾട്ടിപ്ലയർ എഫക്ട് ഉണ്ടാക്കാൻ വേണ്ടിയാണ് ചെയ്യുന്നത്. എന്റെ അസിസ്റ്റൻസ് എന്താ കൊടുക്കുന്നത്, 50 വർഷത്തെ ഇൻട്രസ്റ്റ് ഫ്രീ ലോൺ ആണ്. ഓക്കെ, ടോട്ടൽ 1.3 lakh crore ആണ് സ്റ്റേറ്റ്സിന് ഇതിന്റെ ഭാഗമായിട്ട് ലോൺ ആയിട്ട് കൊടുക്കുന്നത്. പാർട്സ് എന്ന് പറയുന്ന ടോട്ടൽ 8 പാർട്സ് ഉള്ളത് കേട്ടോ. ഒന്നെന്ന് പറയുന്നത് പാർട്ട് 1 ജനറൽ അലൊക്കേഷൻ, ലാർജസ്റ്റ് അലൊക്കേഷൻ ആണ്, 1 lakh crore കൊടുക്കുന്നുണ്ട്. മറ്റുള്ളതൊക്കെ എന്ന് പറയുന്നത് എന്താണ്, അതർ പാർട്സ് എന്ന് പറയുന്നത് ഒന്നെങ്കിൽ റിഫോംസോ അല്ലെങ്കിൽ സെക്ടർ സ്പെസിഫിക് പ്രോജക്റ്റ് ആയിരിക്കും. ചില റിഫോംസ് ഒക്കെ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടായിരിക്കും ബാക്കിയുള്ളത് കൊടുക്കുക. ഓക്കെ, പാർട്ട് 1 ആണ് ജനറൽ അലൊക്കേഷന്റെ ഭാഗമായിട്ട് കൊടുക്കുന്നത്. ബാക്കിയുള്ള പാർട്ടുകൾ ഏതൊക്കെ, 8 പാർട്ട് ഉണ്ടെന്ന് പറഞ്ഞു. പാർട്ട് 2 എന്ന് പറയുന്നത് ഇൻസെന്റീവ് ആണ്, സ്ക്രാപ്പിംഗ് ഓഫ് ഓൾഡ് വെഹിക്കിൾസിന് കൊടുക്കുന്നതാണ്. പാർട്ട് 3 എന്ന് പറയുന്നത് അർബൻ പ്ലാനിംഗ് റിഫോംസിന് ഭാഗമായിട്ട് കൊടുക്കുന്നതാണ്. പാർട്ട് 4 എന്ന് പറയുന്നത് ഫിനാൻസ് റിഫോംസ് അർബൻ ലോക്കൽ ബോഡീസിൽ. പാർട്ട് 5 എന്ന് പറയുന്നത് ഹൗസിംഗ് ഫോർ ദ പോലീസ് പേഴ്സണൽ വിത്തിൻ ദ പോലീസ് സ്റ്റേഷൻ ഏരിയയിൽ. പാർട്ട് 6 എന്ന് പറയുന്നത് കൺസ്ട്രക്ഷൻ ഓഫ് ദി യൂണിറ്റി മോൾസ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി നാഷണൽ ഇന്റഗ്രേഷൻ പ്രൊമോട്ട് ചെയ്യാൻ. പാർട്ട് 7 എന്ന് പറയുന്നത് ചിൽഡ്രൻ അഡോൾസൻസ് ലൈബ്രറീസും കാര്യങ്ങളൊക്കെ ഇതാക്കാൻ. പാർട്ട് 8 എന്ന് പറയുന്നത് ഇൻസെന്റീവ്സ് ഫോർ ഇംപ്ലിമെന്റിംഗ് ദ ടൈംലി റിലീസ് ഓഫ് ദി CSS ഫണ്ട് ഒക്കെ എന്ത് ചെയ്യാണ് സ്റ്റേറ്റ്സ് ഗവൺമെന്റ് ഇതാക്കാൻ വേണ്ടി. ഓക്കെ, അങ്ങനെ 8ഓളം പാർട്സിലേക്കാണ് ആ ഫണ്ട് പോകുന്നത്. ജനറൽ പാർട്സ് എന്ന് പറയുന്നത് ഒന്നാമത്താണ്. എമൗണ്ട് എന്ന് പറയുന്നത് പാർട്ട് 1 ഹാസ് ബീൻ അലോക്കേറ്റഡ് അമംഗ്സ്റ്റ് ദ സ്റ്റേറ്റ്സ് ആണ്. എന്തിന്റെ ബേസിലാണ്, പ്രൊപ്പോർഷൻ ടു ദെയർ ഷെയർ ഓഫ് ദി സെൻട്രൽ ടാക്സ് ആൻഡ് ഡ്യൂട്ടിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, അവർ എത്രത്തോളം ഷെയർ ഉണ്ട് അതിന്റെ ബേസിലേക്ക് എന്ത് ചെയ്യുക ഓരോരുത്തർക്ക് ഫണ്ട് കൊടുക്കുക. അല്ലാതെ തോന്നിയ മാതിരി ഓരോ സ്റ്റേറ്റ്സിനും കൊടുക്കുമോ, ഇല്ല.
ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക ആ സ്കീം. പിന്നെ ട്രെൻഡ്, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിലെ ട്രെൻഡ് അറിഞ്ഞിരിക്കണേ, ഇമ്പോർട്ടന്റ് ആണ്. സ്റ്റേറ്റ്സിന്റെ ട്രെൻഡ് നോക്കുകയാണെങ്കിൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണ് ക്യാപെക്സ് എന്ന് പറയാം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, ക്യാപെക്സിന്റെ ഗ്രോത്ത് റിമെയിൻ ദ സെയിം ആണ് ഈ 23-5 ഫിനാൻഷ്യൽ ഇയറിലും. പിന്നെ അതുപോലെ തന്നെ 29% ആയിരുന്നു ഫിനാൻഷ്യൽ 22-ലുണ്ട്, അതായത് സെയിം ആണ് കേട്ടോ. പിന്നെ എക്സ്പെൻഡിച്ചർ ചെയ്ത സ്റ്റേറ്റ്സ് എന്ത് ചെയ്യുന്നുണ്ട്, ഓൺ സബ്സിഡീസ് കൂടിയിട്ടുണ്ട്. ഓക്കെ, ഫാസ്റ്റർ പേസിൽ കൂടുന്നുണ്ടെന്ന് അറിഞ്ഞിരിക്കാം. പിന്നെ ക്യാപെക്സ് ടാർഗറ്റ് എത്രയാണ്? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ബറോഡ സ്റ്റഡി പ്രകാരം 25 സ്റ്റേറ്റ്സ് എന്ത് ചെയ്യുന്നുണ്ട്, ക്യുമുലേറ്റീവ്ലി അച്ചീവ് 76% ഓഫ് ദി ടാർഗറ്റ് അച്ചീവ് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. ക്യാപിറ്റൽ ഔട്ട്ലേ GDP റേഷ്യോ എന്നുള്ള സംഗതി ഉണ്ട്. അതുപോലത്തെ എന്ന് പറയുന്ന സ്റ്റേറ്റ്സിന് ഔട്ട്ലേ GDP റേഷ്യോ ആണ് എക്സ്പെക്ടഡ് ഇംപ്രൂവ് ആണ് കേട്ടോ. ജസ്റ്റ് ട്രെൻഡുകൾ അറിഞ്ഞിരിക്കുക. ഇപ്പൊ സെന്ററിന്റെ സപ്പോർട്ട് സ്റ്റേറ്റിന് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ കൂട്ടാനുള്ള സപ്പോർട്ടുള്ള എന്തൊക്കെ, ഒന്ന് ഏർലി റിലീസ് ഓഫ് ഫണ്ട് ഗവൺമെന്റ് കൊടുക്കുന്നുണ്ട്. ഇപ്പൊ ടാക്സ് ഡെവല്യൂഷൻ ഉണ്ടല്ലോ, ടാക്സിന് എത്ര പെർസെന്റേജ്, 42%ഓളം അല്ലെങ്കിൽ 41% എന്ത് ചെയ്യുന്നുണ്ട്, സ്റ്റേറ്റ്സിന് കിട്ടും. അത് പെട്ടെന്ന് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ സെൻട്രൽ ഗവൺമെന്റ് എന്ത് ചെയ്തിട്ടുണ്ട്, റെഗുലേറ്റ് ചെയ്തിട്ടുണ്ട് സ്റ്റേറ്റ്സിന്റെ ബോറോയിങ്. ആർട്ടിക്കിൾ 293 പ്രകാരമാണ് സ്റ്റേറ്റ്സിന്റെ ബോറോയിങ് റെഗുലേറ്റ് ചെയ്തിട്ടുള്ളത്. അതിന്റെ ഭാഗമായിട്ട് സെൻട്രൽ ടൈറ്റൻ ചെയ്തിട്ടുണ്ട് ബോറോയിങ് നോംസ്. ഓക്കെ, അതുപോലെ തന്നെ ഇൻക്ലൂഡിംഗ് ദ ഓഫ് ബഡ്ജറ്റ് ലയബിലിറ്റീസും ഇതിന്റെ ഭാഗമായിട്ട് ഉൾപ്പെടുത്തിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, കൂട്ടിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെന്റീവ്സ് സ്കീംസ് ഉണ്ട് എന്ന് അറിഞ്ഞിരിക്കുക. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ലിങ്ക്ഡ് ഇൻസെന്റീവ്സ് കൊടുക്കാൻ വേണ്ടിയാണ് 14 സെക്ടേഴ്സിലോട്ട്. ഈ സെൻട്രൽ ഗവൺമെന്റിന്റെ റെഗുലേഷൻ ആർട്ടിക്കിൾ 293 റെഗുലേഷൻ നിങ്ങൾക്ക് കേരളത്തിലൊക്കെ പ്രത്യേകം അറിയുന്നതായിരിക്കും. ഒരുപാട് ന്യൂസ് അതുമായി ബന്ധപ്പെട്ട് വന്നതായിരുന്നു. ഓക്കെ, നോക്കി വെക്കാം. നമുക്ക് ഫണ്ടും കാര്യങ്ങളും കിട്ടുന്നില്ല എന്നുള്ള രൂപത്തിൽ ഉണ്ടായിരുന്നു കേട്ടോ. അതാണ് മറ്റൊരു ന്യൂസ് ഉണ്ടായിരുന്നത്. സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ എക്സ്പെൻഡിച്ചറുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ടാണ്. ഓക്കെ, സ്റ്റേറ്റ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. അടുത്തൊരു ന്യൂസ് വരുന്നത് പബ്ലിക് ഡെപ്റ്റ് ആണ്. ഡെപ്റ്റ് ന്യൂസ് വരാൻ കാരണം IMF ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ആനുവൽ ആർട്ടിക്കിൾ 4 കൺസൾട്ടേഷൻ റിപ്പോർട്ട് വന്നിട്ടുണ്ട്. അതിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഇന്ത്യന്റെ പബ്ലിക് ഡെപ്റ്റ് ടു GDP റേഷ്യോ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട് ന്യൂസ് ഉണ്ട്. അതാണ് ന്യൂസ് വരാൻ കാരണം. IMFന്റെ റിപ്പോർട്ടാണ്. IMFന്റെ റിപ്പോർട്ടുകളൊക്കെ അറിഞ്ഞിരിക്കണം, ഇമ്പോർട്ടന്റ് ആണ്. ചില റിപ്പോർട്ടുകളൊക്കെ ചോദിക്കാറുണ്ട്, ആരാണ് റിപ്പോർട്ട് പബ്ലിഷ് ചെയ്യുന്നത്. IMF മാത്രമല്ല, വേൾഡിലെ പ്രധാനപ്പെട്ട ഓർഗനൈസേഷന്റെ IMF, വേൾഡ് ബാങ്ക്, UNDP, UN അങ്ങനെ തുടങ്ങിയിട്ടുള്ള പ്രധാനപ്പെട്ട അത് ഗവൺമെന്റിന്റെതും NGO ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഒക്കെ റിപ്പോർട്ടുകൾ നോക്കി വെക്കണം. പ്രധാനപ്പെട്ട റിപ്പോർട്ടുകളൊക്കെ ഞാൻ എന്ത് ചെയ്യാം, നമ്മുടെ ടെലിഗ്രാം ചാനലിലൂടെ നിങ്ങൾക്ക് അയക്കാം കേട്ടോ. നിങ്ങൾ നിർബന്ധമായിട്ടും നോക്കേണ്ട റിപ്പോർട്ടുകൾ. ടെലിഗ്രാമിൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ജോയിൻ ചെയ്യണേ, അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അപ്പൊ പബ്ലിക് ഡെപ്റ്റ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പബ്ലിക് ഡെപ്റ്റ് കൂടുന്നുണ്ട് എന്നുള്ളതാണ് ന്യൂസ് വരാൻ കാരണം. ഓക്കെ, 81% ഉണ്ടായിരുന്നത് 84% ആയിട്ടുണ്ട് 2020-21 വീണ്ടും 2022-23 വീണ്ടും 81 ആയിട്ടുണ്ട്. ന്യൂസ് വരാൻ കാരണം അണ്ടർ ആർട്ടിക്കിൾ 4 ഓഫ് ദി IMFന്റെ ആർട്ടിക്കിൾ ഓഫ് അഗ്രിമെന്റിലാണ് പറയുന്നത് കേട്ടോ. അതിന്റെ ഭാഗമായിട്ട് ബയലാറ്ററൽ ഡിസ്കഷൻസ് ഒക്കെ മെമ്പേഴ്സ് ആയിട്ട് ഉണ്ടാവാറുണ്ട്. യൂഷ്വലി എവറി ഇയർ ആണ് ഉണ്ടാവാറ്. പിന്നെ അതുപോലെ തന്നെ ഇന്ത്യൻ ഗ്രോത്ത് വീണ്ടും എന്ത് ചെയ്യുന്നുണ്ട്, സ്ട്രോങ് ആയിരിക്കും എന്നാണ് ഇതിൽ പറയുന്നത്. ഓക്കെ, ജസ്റ്റ് റിപ്പോർട്ട് അറിഞ്ഞിരിക്കുക. അപ്പൊ എന്താണ് പബ്ലിക് ഡെപ്റ്റ്? പബ്ലിക് ഡെപ്റ്റ് എന്ന് പറയുമ്പോൾ രാജ്യത്തിന്റെ പൊതുകടം. പൊതുകടം എന്ന് പറയുന്നത് ലയബിലിറ്റീസ് പേയബിൾ ബൈ ദ സെൻട്രൽ ഗവൺമെന്റ്. ഓക്കെ, ഇപ്പൊ ഗവൺമെന്റ് വാങ്ങുന്ന കടം അത് തിരിച്ചു കൊടുക്കാൻ നിർബന്ധമാണല്ലോ, അവരുടെ ലയബിലിറ്റി ആണ്. അപ്പൊ അവര് എന്തിന്റെ ബേസിലാണ് ഈ കടം എടുക്കുക, വിച്ച് ആർ കോൺട്രാക്ട് അഗെയിൻസ്റ്റ് ദ കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യനെ വെച്ചിട്ടായിരിക്കും. ഇപ്പൊ നിങ്ങൾ കടം എടുക്കൽ ഇപ്പൊ നിങ്ങളുടെ ഭൂമി വെച്ചിട്ടായിരിക്കും അല്ലെ. അതേ രീതിയിൽ കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യനെ ഗ്യാരണ്ടി ചെയ്തിട്ടാണ് കൊടുക്കുക. കാരണം തിരിച്ചു കൊടുക്കുന്ന രൂപത്തിൽ ആർട്ടിക്കിൾ 292 പ്രകാരമാണ് അത് ചെയ്യുന്നത് കോൺസ്റ്റിറ്റ്യൂഷന്റെ. കറന്റ് സ്റ്റാറ്റസ് പബ്ലിക് ഡെപ്റ്റ് നോക്കുകയാണെങ്കിൽ സെൻട്രൽ പബ്ലിക് ഡെപ്റ്റ് എന്ന് പറയുന്നത് ഏകദേശം 57.1% GDP-യുടെ. ഈ ഡാറ്റ അറിഞ്ഞിരുന്നാൽ നല്ലതാണ് കേട്ടോ. എവിടെയെങ്കിലൊക്കെ മെയിൻസിലൊക്കെ ഉൾക്കൊള്ളിക്കാം. മാർച്ച് 2023 സെൻട്രൽ ഗവൺമെന്റ് ഡെപ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്, 81% ആണ്. 2022-23 നോക്കുമ്പോൾ GDP-യുടെ 81% നമുക്ക് അടാണ്. അതിൽ ജനറൽ ഗവൺമെന്റ് ഡെപ്റ്റ് എന്ന് പറയുന്നത് ഗവൺമെന്റ് സെക്ടറിൽ തന്നെ ഇൻഡെപ്റ്റഡ്നെസ് ഓഫ് ദി ഗവൺമെന്റ് സെക്ടർ, സെൻട്രലോ സ്റ്റേറ്റോ ഗവൺമെന്റോ UTയോ ലെജിസ്ലേച്ചറോ ഒക്കെ ആവട്ടെ, അതാണ്. പിന്നെ അതിൽ തന്നെ ഇന്റേണലും കട നമ്മൾ ചിലപ്പോൾ ഇന്ത്യൻ ഉള്ളിൽ നിന്ന് എടുക്കും, ഇന്ത്യനെ പുറത്തു എടുക്കും. ഇന്റേണൽ ഡെപ്റ്റ് ആണ് നമുക്ക് 94% ഉള്ളത്. അത് നല്ലൊരു കാര്യമാണ്. കാരണം ഈ ഡെപ്റ്റിന് ഇൻട്രസ്റ്റ് കൊടുക്കണം. അപ്പൊ നമ്മളത് കൂടുതലും നമ്മൾ പുറത്തുനിന്നാണ് കടെടുത്തതെങ്കിൽ ആ ഇൻട്രസ്റ്റ് നമുക്ക് പോവാ പുറത്തോട്ടായിരിക്കും. ഓക്കെ, അത് നമുക്ക് രാജ്യത്തിനുള്ളിൽ തന്നെ വന്നു കഴിഞ്ഞാൽ അത് രാജ്യത്തിൽ തന്നെ എക്കണോമിക് സ്റ്റിമുലേഷൻ എന്ത് ചെയ്യുന്നുണ്ട്, അത് കാരണമാവും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് പബ്ലിക് ഡെപ്റ്റ് ഇപ്പൊ 94% കൂടുതലും അത് എങ്ങനെ തന്നെ ഉണ്ടാവുള്ളൂ.
പുറത്തുനിന്ന് കടെടുക്കുന്നത് കുറവായിരിക്കും. കൂടുതൽ എടുക്കുന്നത് രാജ്യത്തിനുള്ളിൽ തന്നെയാണ് പറഞ്ഞിരിക്കുക. ഗവൺമെന്റ് സെക്യൂരിറ്റീസും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് എടുക്കുന്നത്. അപ്പൊ പബ്ലിക് ഡെപ്റ്റിനെ പ്രധാനമായിട്ട് നമുക്ക് രണ്ടാക്കി ഡിവൈഡ് ചെയ്യാം. ഒന്ന് ഇന്റേണൽ ഡെപ്റ്റ്, മറ്റൊന്ന് എക്സ്റ്റേണൽ ഡെപ്റ്റ്. ഇന്റേണൽ എന്ന് പറയുന്നത് നമ്മൾ എന്താണ്, മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ്, ഗവൺമെന്റ് സെക്യൂരിറ്റീസ് ഒക്കെ അല്ലേ, അതുവഴി കണ്ടെടുക്കുന്നത്. അതായത് ജി സെക്യൂരിറ്റീസ്, ട്രഷറി ബില്ല്, ക്യാഷ് മാനേജ്മെന്റ് ബില്ല്, എന്താ നമ്മൾ അടുത്ത ന്യൂസിൽ പറയുന്നുണ്ട്, നോക്കാം. രണ്ടാമതൊരു നോൺ മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ് ഉണ്ട്, ഇന്റർമീഡിയറ്റ് ട്രഷറി ബില്ല്, സെക്യൂരിറ്റീസ് അഗൈൻസ്റ്റ് സ്മോൾ സേവിങ്സ്, അങ്ങനെയൊക്കെ കടെടുക്കുന്നതാണ്. ആ രണ്ട് രീതിയിലാണ് എടുക്കാം കേട്ടോ, മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ്. മറ്റൊന്ന് പറയുന്നത് രാജ്യത്തിന്റെ പുറത്തുനിന്ന് എടുക്കുന്ന കടാണ്. മോസ്റ്റ് ഓഫ് ദി എക്സ്റ്റേണൽ ഡെപ്റ്റ് എന്ന് പറയുന്നത് മൾട്ടിലാറ്ററൽ ഏജൻസീസ് എന്നായിരിക്കും. IDA, IBRD, ADB അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഇന്റർനാഷണൽ ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക് കേട്ടോ, അങ്ങനെ തുടങ്ങിയുള്ള മറ്റുള്ള മൾട്ടിലാറ്ററൽ ഏജൻസീസ് ആയിരിക്കും കൂടുതൽ കടക്കുക. അല്ലാതെ രാജ്യത്ത് പോയിട്ട് രാജ്യത്തോട് കടെടുക്കുന്നത് കുറവായിരിക്കും. ഓക്കെ, അതാണ് പബ്ലിക് ഡെപ്റ്റ്. എന്തുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ഹയർ പബ്ലിക് ഡെപ്റ്റ് ഉണ്ടാവാനുള്ള കാരണം? രാജ്യത്തിന് അമിതമായിട്ട് കടം ഉണ്ടാവുന്നത് അത്ര മോശമൊന്നുമല്ല, പക്ഷെ കാരണം രാജ്യത്തിന്റെ പോയിന്റ് ഓഫ് വ്യൂല് എന്ന് പറയുന്നത്, നിങ്ങളിപ്പം കടെടുക്കാമെന്ന് അപ്പൊ നിങ്ങൾ ഒരു സാധനം ചെലവാക്കാമെന്ന് ഭാവിയിൽ ഉണ്ടാവുന്ന പല ഇൻവെസ്റ്റ്മെന്റും പല ഡെവലപ്മെന്റും അതിന്റെ ഭാഗമായിട്ടാണ് റിട്ടേൺ നമുക്ക് ഉണ്ടാവില്ല. അതേസമയത്ത് നമ്മൾ കടെടുത്താൽ നമുക്ക് അങ്ങനെ ഒരുപാട് നല്ല ചേഞ്ചസ് ഉണ്ടാവും. അപ്പൊ അതിന്റെ ഒരു നിശ്ചിത ശതമാനം കിട്ടുന്ന ലാഭത്തിൽ നിന്ന് ഇൻട്രസ്റ്റ് ടാക്സിനൊക്കെ നിശ്ചിത ശതമാനം എന്തായിട്ട് കൊടുത്താൽ മതി, ഇൻട്രസ്റ്റ് റേറ്റ് ആയിട്ട് നമ്മൾ ഇൻട്രസ്റ്റ് റീപേ ചെയ്താൽ മതി. അപ്പൊ അതുകൊണ്ട് ചെറിയ രൂപത്തിൽ കടം രാജ്യത്തെ പ്രശ്നമില്ല, പക്ഷെ കടം കൂടി കഴിഞ്ഞാൽ പ്രശ്നമാണ്. എന്തുകൊണ്ടാണ് കടം കൂടുന്നത്, അതിന്റെ ഇംപ്ലിക്കേഷൻസ് എന്താണ്? ഒന്ന് റീസൺസ്, ഫിസിക്കൽ സ്റ്റിമുലസ് പ്രോജക്റ്റുകളാണ്. ഗവൺമെന്റ് ഇറക്കുന്ന ഒരുപാട്, സ്പെഷ്യൽ ഇലക്ഷൻ വരുന്ന സമയത്തൊക്കെ ഒരുപാട് പദ്ധതികൾ കൊണ്ടുവരും. ഈ പദ്ധതികളൊക്കെ പൈസ വേണ്ടേ, സ്വന്തം പൈസ ഇല്ലെങ്കിൽ കടെടുക്കും. രണ്ടാമതായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഇൻവെസ്റ്റിംഗ്. ഇന്ത്യ ഹാസ് ബീൻ ഇൻവെസ്റ്റിംഗ് സിഗ്നിഫിക്കന്റ്ലി ഇൻ ദ ഇൻഫ്രാസ്ട്രക്ചർ. നമ്മൾ കൂടുതലായിട്ട് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എക്കണോമിക് ഗ്രോത്തിനും വേണ്ടി. കാരണം ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന രാജ്യം ആയതുകൊണ്ട് തന്നെ ഇൻഫ്രാസ്ട്രക്ചർ വളരെ ഇമ്പോർട്ടന്റ് ആണ്. മറ്റൊന്ന് പറയുന്നത് എക്സ്റ്റെൻസീവ് സോഷ്യൽ വെൽഫെയർ പ്രോഗ്രാംസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതിനനുസരിച്ചുള്ള റവന്യൂ സ്ട്രീംസ് ഇല്ലാതെ നമ്മൾ ഇവിടെ സോഷ്യൽ വെൽഫെയർ പ്രോഗ്രാംസ് ഉണ്ട്. അപ്പൊ അത് ചെലവ്, വരവിനേക്കാളും ചെലവ് ഉണ്ടായുള്ള അവസ്ഥ. സേവിങ്സ്, ഇൻക്രീസ്ഡ് കോസ്റ്റ് ഓഫ് ദി സർവീസിങ് ഇൻട്രസ്റ്റ് ഡെപ്റ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, അതും അതിനൊരു കാരണമാണ്. എന്തൊക്കെയാണ് ഇതിന്റെ ഇംപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത്? എന്താണ്, ഫിസിക്കൽ റിസോഴ്സ് ലിമിറ്റ് ചെയ്യും അല്ലെ, കാരണം നമ്മൾക്ക് ചില പ്രയോറിറ്റീസ് മീറ്റ് ചെയ്യാനുള്ള ക്ലൈമറ്റ് ചേഞ്ചോ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് അതിനനുസരിച്ചുള്ള മീറ്റ് ചെയ്യാനുള്ള പൈസ നമ്മുടെ കയ്യിൽ ഇല്ലാതാവും, റിസോഴ്സ് ഇല്ലാതായിട്ട് മാറും. പിന്നെ ഹൈ ഇൻട്രസ്റ്റ് റേറ്റ് പേയ്മെന്റ് കൊടുക്കേണ്ടി വരും. രാജ്യത്തിന്റെ വലിയൊരു എമൗണ്ട്, നമ്മൾ GDP-യുടെ വലിയൊരു എമൗണ്ട് ഇൻട്രസ്റ്റ് റേറ്റ് ആയിട്ട് കൊടുക്കേണ്ടി വരും. ഇപ്പൊ എത്ര ശതമാനം അറിയും? ഏകദേശം 5% ഓഫ് ദി GDP ഇന്ത്യയിൽ കേട്ടോ. അതെന്ന് പറയുന്നത് ഡെവലപ്പിംഗ് കൺട്രീന്റെ ഒക്കെ പല എമർജിംഗ് രാജ്യങ്ങളുടെ എമർജിംഗ് മാർക്കറ്റിന്റെ ഡബിൾ ആണ്. 5% GDP-യുടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻട്രസ്റ്റ് റേറ്റിന് മാത്രം കൊടുക്കുന്നുണ്ട്. ആ ഡാറ്റ അറിഞ്ഞിരുന്നാൽ നല്ലതാണ്. അത് വലിയ എമൗണ്ട് വരും കേട്ടോ, 5% GDP-യുടെ എന്ന് പറയുന്നത്. പിന്നെ എന്ന് പറയുന്നത് ക്രൗഡിങ് ഔട്ട് എഫക്റ്റ് ഉണ്ടാവും. ഇപ്പൊ ഗവൺമെന്റ് കൂടുതലായിട്ട് ഇങ്ങനെ കടെടുത്ത് ചെലവാക്കി കഴിഞ്ഞാൽ പ്രൈവറ്റിന് ഇവിടെ കടെടുക്കാനൊന്നും പൈസ ഇല്ലാതാവും. അപ്പൊ അത് പ്രൈവറ്റിനെ ഇവിടുന്ന് പുറന്തള്ളുന്നതിന് കാരണമാവും. റിഡക്ഷൻ ഓഫ് ദി പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റ് സ്പെൻഡിങ് ഡ്യൂ ടു ദ ഇൻക്രീസ്ഡ് ഇൻട്രസ്റ്റ് റേറ്റ്. അപ്പൊ ഗവൺമെന്റ് കൂടുതൽ സ്പെൻഡ് ചെയ്യുമ്പോൾ ഇൻട്രസ്റ്റ് റേറ്റും കൂടും. അപ്പൊ ജനങ്ങൾക്ക്, കാരണം ഇവിടെ കടെടുക്കാനുള്ള എമൗണ്ട് കുറയുമ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് സ്വാഭാവികമായിട്ടും കൂടും. അപ്പം പ്രൈവറ്റിന് കടെടുക്കാൻ പൈസ ഇല്ലാതായിരിക്കും, പ്രൈവറ്റ് എന്ത് ചെയ്യാണ്, ഇൻവെസ്റ്റ്മെന്റ് കുറയുന്നതിനും കാരണമാവും. അതാണ് ക്രൗഡിങ് ഔട്ട് എഫക്റ്റ് എന്ന് പറയുന്നത്, അത് അറിഞ്ഞിരിക്കണേ. ഇതുമായി ബന്ധപ്പെട്ട ചില റിലേറ്റഡ് ന്യൂസ് ആണ്. വേൾഡ് ബാങ്കിന്റെ റിപ്പോർട്ടാണ് എക്സ്റ്റേണൽ ഡെപ്റ്റിനെ കുറിച്ച്. വേൾഡ് ബാങ്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ആനുവൽ ഇന്റർനാഷണൽ ഡെപ്റ്റ് റിപ്പോർട്ട്. ഇന്റർനാഷണൽ ഡെപ്റ്റ് റിപ്പോർട്ട് വേൾഡ് ബാങ്കിന്റെ ആണെന്ന് അറിഞ്ഞിരിക്കുക. ഉണ്ടോ, ഡെപ്റ്റ്, ഇന്റർനാഷണൽ ഡെപ്റ്റ് വേൾഡ് ബാങ്കിലാണ് പോയിട്ട്, വേൾഡത്തെ ബാങ്കാണല്ലോ, വേൾഡ് ബാങ്ക് പോയിട്ട് കലാന്ന് ആലോചിച്ചാൽ മതി. റിപ്പോർട്ട് അനലൈസ് ചെയ്യുന്ന എക്സ്റ്റേണൽ ഡെപ്റ്റ് ആണ്. ഏകദേശം 122 ലോ ആൻഡ് മിഡിൽ ഇൻകം കൺട്രീസിന്റെ. ഹൈലൈറ്റ് പറയുന്നത് ഹിസ്റ്റോറിക്കൽ റൈസ് ഉണ്ടായിട്ടുണ്ട്, ഡെപ്റ്റിൽ കൂടിയിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ഏകദേശം 443.5 ബില്യൺ ഉണ്ട്. ഡെപ്റ്റ് സർവീസ് കോസ്റ്റ് എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് റേറ്റ് കൂടിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ അൺഫേവറബിൾ എക്സ്ചേഞ്ച് റേറ്റ് മൂവ്മെന്റ് എല്ലാം കൊണ്ട് എന്ത് ചെയ്യാണ്, ഇത് കൂടാണ്. പിന്നെ ക്രൗഡിങ് ഔട്ട് ഓഫ് പ്രയോറിറ്റീസ് ഉണ്ട് കേട്ടോ. പിന്നെ സ്പെൻഡിങ് ഓൺ അതർ ഡെവലപ്മെന്റ് പ്രയോറിറ്റീസ്, ഹെൽത്ത്, എഡ്യൂക്കേഷനിലൊക്കെ സ്പെൻഡ് ചെയ്യാൻ കഴിയാത്തൊരവസ്ഥ വരുന്നുണ്ട്. ഔട്ട് ഫ്ലോ ഓഫ് മണി ഉണ്ട്. ടൈറ്റർ മോണിറ്ററി പോളിസിന്റെ ഭാഗമായിട്ട് അഡ്വാൻസ് എക്കണോമിക്സിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ അട്രാക്റ്റീവ് റിട്ടേൺസ് US ആൻഡ് യൂറോപ്യൻ ബോണ്ട് മാർക്കറ്റിലേക്ക് വരുമ്പോൾ അത് ഔട്ട്ഫ്ലോ, ഫണ്ട് ഔട്ട്ഫ്ലോ ഉണ്ടാവും, ഇവിടുന്ന് അങ്ങോട്ട് പോകും ആളുകൾ. ഇതൊക്കെ അതിന്റെ ഒരു ഇമ്പാക്ട് ആയിട്ട് വേൾഡ് ബാങ്കിന്റെ എക്സ്റ്റേണൽ ഡെപ്റ്റിന്റെ റിപ്പോർട്ടിലാണ് ഇത് പറയുന്നത്. അപ്പം പബ്ലിക് ഡെപ്റ്റ്, അതിന്റെ ഇംപ്ലിക്കേഷൻസ്, എന്തുകൊണ്ട് കൂടുന്നു, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെക്കണേ. ഈ രാജ്യത്തിന്റെ ഡെപ്റ്റ് എത്രയാണ്, ഡെപ്റ്റ് എവിടെയാണ്, ഏത് മേഖലയാണ്, എക്സ്റ്റേണൽ ആണോ ഇന്റേണൽ ആണോ കൂടുതൽ, കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെക്കാം. ഇപ്പൊ രാജ്യത്തിന് കടെടുക്കാതെ മുന്നോട്ട് പോകാന്നുള്ള പോസിബിൾ ആയ കാര്യമൊന്നുമല്ല, ഞാൻ പറഞ്ഞല്ലോ. അത് രാജ്യത്തിനും തീരെ കടമില്ലാതെ ഒരു രാജ്യം ഉണ്ടാവുന്നില്ല. ഓക്കെ, പക്ഷെ എങ്കിലും കടം കുറയ്ക്കുക എന്നുള്ളതാണ്. ഈ കടം ഉണ്ടെങ്കിൽ തന്നെ അത് ഇന്റേണൽ ആക്കുക, എക്സ്റ്റേണൽ കുറയ്ക്കുക.
ഇതിൽ നിങ്ങൾ അറിയേണ്ട മറ്റൊരു ടേം ആണ് ഓഫ് ബഡ്ജറ്റ് ബോറോയിങ് എന്ന് പറയും. ഓഫ് ബഡ്ജറ്റ് ബഡ്ജറ്റ് നിങ്ങൾക്ക് അറിയാലോ, നമ്മളിപ്പോ ഫെബ്രുവരി ഒക്കെ ആവുന്ന സമയത്ത് ബഡ്ജറ്റ് കാണാറുണ്ടാവും. മാർച്ചിലേക്ക് വേണ്ടിയുള്ള ഏപ്രിൽ മുതൽ പ്രാബല്യത്തിൽ വരാൻ വേണ്ടി ഓരോ പുതിയ ഫിനാൻഷ്യൽ ഇയർ വരുന്ന ബഡ്ജറ്റ് വരും. അപ്പം ഓഫ് ബഡ്ജറ്റ് എന്ന് പറയുന്നത് സെന്റർ ഫോർ സോഷ്യൽ എക്കണോമിക് പ്രോഗ്രസ് ആണ് റീസെന്റ് റിലീസ് ചെയ്തിട്ടുള്ളതാണ് റിപ്പോർട്ട് ഓഫ് ബഡ്ജറ്റ് ബോറോയിങ് ബൈ ഇന്ത്യൻ ഗവൺമെന്റ് എന്നുള്ളൊരു റിപ്പോർട്ട് വന്നിട്ടുണ്ട്. അതാണ് ന്യൂസ് വരാൻ കാരണം. ഓഫ് ബഡ്ജറ്റ് ബോറോയിങ് എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് refers to borrowing that are not reflected in the budget. ഓക്കെ, ബജറ്റിൽ കാണിക്കാത്ത കടം, ബജറ്റിലാണല്ലോ നമ്മൾ ഇത്ര കടം രാജ്യത്തിന് ഉണ്ടാവും എന്നൊക്കെ പറയുന്നത്, ആ ബജറ്റിൽ കാണിക്കാതെ നമ്മൾ കടം എടുക്കുന്നതിനാണ് ഓഫ് ബഡ്ജറ്റ് ബോറോയിങ് എന്ന് പറയാം. ഈവൻ ദോ ബജറ്ററി റിസോഴ്സ് ആണ് എന്ത് ചെയ്യുന്നത്, അത് റീപേയ്മെന്റിന് വേണ്ടി ഉപയോഗിക്കുന്ന ബജറ്ററി റിസോഴ്സ് തന്നെയാണെങ്കിൽ കൂടിയും ബജറ്റിൽ കാണിക്കാതെ കടത്തിന് നമ്മൾ പറയുന്ന പേരാണ് ഓഫ് ബജറ്റ് ബോറോയിങ് എന്ന് പറയും. ഇതെന്ന് പറയുന്നത് എന്താ, അതിന്റെ ഗുണം എന്ന് പറയുന്നത് നോട്ട് പാർട്ട് ഓഫ് ദി കാൽക്കുലേഷൻ ഓഫ് ദി ഫിസ്ക്കൽ ഇൻഡിക്കേറ്റേഴ്സ് ഭാഗമായിട്ട് എന്ത് ചെയ്യുന്നില്ല, ഉൾപ്പെടുത്തുന്നില്ല എന്ന് അറിഞ്ഞിരിക്കാം. ഫിസ്ക്കൽ ഇംപ്ലിക്കേഷൻസ് ഉണ്ടെങ്കിൽ കൂടിയും കേട്ടോ. അതുപോലെ തന്നെ ടേക്കർ ബൈ ദ ഗവൺമെന്റ് ഡയറക്ട്ലി അല്ല അത് എടുക്കുക, അത് അതിന്റെ പ്രത്യേകതയാണ്. അത് എടുക്കുന്ന വെച്ചാൽ ഒരു അനദർ പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിരിക്കും. അതിന്റെ ഗവൺമെന്റ് ഡയറക്ഷനിൽ മൂലം ഗവൺമെന്റ് മറ്റു കമ്പനികൾ എടുക്കുക ചെയ്യുക. അതാണ് ഇപ്പൊ FCI ഗവൺമെന്റ് കീഴിൽ വരുന്നതാണ്. അവരെന്ത് ചെയ്യാണ്, ഫുഡ് സബ്സിഡി കൊടുക്കാൻ വേണ്ടി കടമെടുക്കുകയാണെങ്കിൽ അത് ഓഫ് ബഡ്ജറ്റിലാണ് വരുന്നത്. ബഡ്ജറ്റിൽ അത് കാണിക്കൂല, പക്ഷെ ഗവൺമെന്റിന്റെ തന്നെ കട ആണെങ്കിൽ പറയാം കേട്ടോ. അപ്പൊ എന്തുകൊണ്ടാണ് നമുക്ക് ഇതിങ്ങനെ ഓഫ് ബഡ്ജറ്റ് കൂടാനുള്ള കാരണം എന്ന് പറയുന്നത്, ഒന്ന് എന്ത് ചെയ്യുക, ഫിസ്ക്കൽ ഡെഫിസിറ്റ് ടാർഗറ്റ് ഉണ്ട്, അത് ബൈപ്പാസ് ചെയ്യാൻ വേണ്ടി FRBM ആക്ട് 2003 അറിഞ്ഞിരിക്കുക. അതിൽ പറയുന്നുണ്ട് ഗവൺമെന്റ് ഇത്ര ശതമാനമേ കടമെടുക്കാൻ പാടുള്ളൂ, ഫിസ്ക്കൽ ഡെഫിസിറ്റ് ഉണ്ടാകാൻ പാടുള്ളൂ എന്ന് പറയുന്നുണ്ട്. അപ്പൊ അത് ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ വേണ്ടി കുറച്ച് കടം ചെയ്യുക, ബജറ്റിൽ കാണിക്കാതെ പുറത്ത് കാണിക്കുക, അതാണ് ഇവിടെ ചെയ്യുന്നത്. രണ്ടാമതായിട്ട് എന്ന് പറയുന്നത് ബോറോയിങ് ലിമിറ്റ്. ആർട്ടിക്കിൾ 293 പ്രകാരം ബോറോയിങ് ലിമിറ്റ് ഉണ്ട്. ആ ലിമിറ്റ് എന്ത് ചെയ്യാണ്, മറികടക്കാൻ വേണ്ടി, അവോയ്ഡ് ചെയ്യാൻ വേണ്ടി. അതുപോലെ തന്നെ സെൻട്രൽ ഗവൺമെന്റ് ഗ്രാന്റ് ഒക്കെ ഡിലേ ആവും സ്റ്റേറ്റ്സിനുള്ള, ആ ഡിലേ ഒക്കെ ഒഴിവാക്കാൻ ഇപ്പോൾ കടമെടുക്കും ആ രീതിയിൽ. ഇതിന്റെ ഇംപ്ലിക്കേഷൻ എന്താ, IOBB വന്നു കഴിഞ്ഞാൽ ഒന്ന് ഹിഡൻ ലയബിലിറ്റി ഗവൺമെന്റിന് വരികയാണ്, അത് ഗവൺമെന്റ് ഡെപ്റ്റ് ട്രാപ്പിലേക്ക് പോകാൻ സാധ്യത ഉണ്ട്. പിന്നെ എന്ത് ചെയ്യാണ്, അക്കൗണ്ടബിലിറ്റിനെ അത് എഫക്ട് ചെയ്യും. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ മെത്തേഡ്സ് എന്തൊക്കെയാണ്, നാഷണൽ സേവിംഗ് സ്കീംസ്, ഗവൺമെന്റ് ഫുള്ളി സർവീസ് ബോണ്ട്, ഡൊമസ്റ്റിക് ഫോറിൻ മാർക്കറ്റ് ബോറോയിങ്സ് ഒക്കെ എന്ത് ചെയ്യാം അതിന്റെ ഭാഗമായിട്ട് വരുന്ന ചില മെത്തേഡുകളാണ്. ഇമ്പോർട്ടന്റ് ആണ്. ഓഫ് ബഡ്ജറ്റ് ബോറോയിങ് എന്താന്നൊക്കെ ചിലപ്പം സിമ്പിൾ ആയിട്ട് വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ എന്നുള്ള രൂപത്തിലൊക്കെ വരാം, അത് അറിയാതിരിക്കരുത്. ഓഫ് ബഡ്ജറ്റ് എന്ന് പറയുന്നത് ബഡ്ജറ്റായിട്ട് ഒരു ബന്ധവും ഇല്ല എന്നൊന്നും പറയരുത് കേട്ടോ. കാരണം ബഡ്ജറ്റിൽ കാണിക്കുന്നില്ലെങ്കിൽ കൂടിയും ബഡ്ജറ്റിന്റെ പൈസ എടുത്തിട്ടാണ് റീപേ ചെയ്യാം. അപ്പൊ അതുകൊണ്ട് എന്താണ് അത് ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അടുത്താണ് കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ്, CAD. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ന്യൂസ് വരാൻ കാരണം നമ്മുടെ CAD കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് കൂടിയിട്ടുണ്ട്, ഏകദേശം 9.2 ബില്യൺ ആയിട്ടുണ്ട്. 1.3 ബില്യൺ ഉണ്ടായിരുന്നെങ്കിൽ കേട്ടോ Q1 ഫിനാൻഷ്യൽ 2024 Q1 പിന്നെ അതുപോലെ ലേറ്റഡ് ഡിക്ലൈൻ ടു 1% ആയിട്ടുണ്ട് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റിന്റെ Q2 എങ്കിലും അത് നല്ല കൂടിയ ഒരു സമയത്ത്. എന്തുകൊണ്ട്, എന്താണ് CAD കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ബാലൻസ് ഓഫ് പേയ്മെന്റ് എന്നുള്ള ഒരു സംഗതി ഉണ്ട്, BOP എന്ന് പറയും. BOP എന്ന് പറയുന്നത് ഇത് റെക്കോർഡാണ് of the transactions of goods and services assets between the residents of the one country with the rest of the world. Okay, in a specified time period of typically 1 year ആണ്. അപ്പൊ ഒരു വർഷം ഒരു രാജ്യം പുറത്തുള്ള ഏത് രാജ്യങ്ങളായിട്ട് ചെയ്യുന്ന എല്ലാ ട്രാൻസാക്ഷൻ, ഗുഡ്സ് ആവട്ടെ, സർവീസ് ആവട്ടെ, അസറ്റ് ആവട്ടെ, എല്ലാ ട്രാൻസാക്ഷൻസും റെക്കോർഡ് ചെയ്യുന്നതിന് നമ്മൾ പറയുന്ന പേരാണ് BOP. അതിൽ 2 അക്കൗണ്ട് ഉള്ളത്, ഒന്ന് കറണ്ട് അക്കൗണ്ടും മറ്റൊന്ന് ക്യാപിറ്റൽ അക്കൗണ്ടും. ഓക്കെ, കറണ്ട് അക്കൗണ്ട് നോക്കാം, ആദ്യം നോക്കാം. കറണ്ട് അക്കൗണ്ട് എന്ന് പറയുന്നത് ബാലൻസ് ഓഫ് പേയ്മെന്റ് എന്ന് പറയുന്നത് കംപ്ലീറ്റ് ട്രാൻസാക്ഷൻ നമ്മൾ ഇതാക്കണം. അപ്പൊ ഗവൺമെന്റിന്റെ എക്സ്പോർട്ട് ഇമ്പോർട്ടിലൊക്കെ അത് വരും കേട്ടോ. അപ്പൊ അത് കറണ്ട് അക്കൗണ്ടും ഉണ്ട്, രണ്ടാമതായിട്ട് ക്യാപിറ്റൽ അക്കൗണ്ടും ഉണ്ട്. കറണ്ട് അക്കൗണ്ട് എന്ന് പറയുമ്പോൾ അത് 2 ഐറ്റംസ് ഉള്ളത്, ഒന്ന് വിസിബിളും മറ്റൊന്ന് ഇൻവിസിബിളും. വിസിബിൾ നമുക്ക് കാണാൻ പറ്റുന്നതാണ് ഏതൊക്കെയാണ്, ക്രൂഡ് ഓയിൽ, കാറ്, മൊബൈൽ, കമ്പ്യൂട്ടർ, ഗോൾഡ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇമ്പോർട്ട് എക്സ്പോർട്ട് ഒക്കെ വരുന്ന അതിലായിരിക്കും വിസിബിൾ. ഇൻവിസിബിൾ വരുന്നതാണ് സർവീസ്. ഒരാഴ്ചത്തെ സർവീസ് ആണ് ഇവിടെ നമുക്ക് കച്ചവടം ചെയ്യില്ലേ, അതിന്റെ ഇൻകം ചിലപ്പോൾ നമ്മൾ അവിടെ എന്തെങ്കിലും റിട്ടേൺ കിട്ടും, അല്ലെ അവിടെ നിന്നൊക്കെ ബിസിനസ് ഇങ്ങോട്ട് റിട്ടേൺ കിട്ടും, ട്രാൻസ്ഫർ കിട്ടും, റെമിറ്റൻസ് ഉണ്ടാവും അല്ലെ. റെമിറ്റൻസ് എന്ന് പറയുന്നത് സംഗതി മനസ്സിലാക്കേണ്ടപ്പോൾ തിരിച്ചൊന്നും പൈസ കൊടുക്കാതെ ഇങ്ങോട്ട് കിട്ടുന്ന കേട്ടോ റെമിറ്റൻസ് എന്ന് പറയുന്നത്. ട്രാൻസ്ഫർ പേയ്മെന്റ് എന്നുള്ള സംഗതി പറയാറുണ്ട്. ട്രാൻസ്ഫർ പേയ്മെന്റ് എന്ന് പറയുന്നത് റെസിപ്റ്റ്സ് റിസീവ്ഡ് ബൈ ദ റെസിഡൻസ്, ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ്. ഓക്കെ, ഫ്യൂച്ചറിലോ നമ്മളൊന്നും റിട്ടേൺ കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അതിൽ വരുന്നതാണ് റെമിറ്റൻസും ഗിഫ്റ്റും ഗ്രാൻഡ് ഒക്കെ. അപ്പൊ ഗ്രാൻഡ് ഒക്കെ വേറെ ഗവൺമെന്റ് നമുക്ക് ഗ്രാൻഡ് എന്നാലോ ഒരു ഗിഫ്റ്റ് എന്നാലോ, അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തുള്ള ആളുകൾ പോയി വർക്ക് ചെയ്യുമ്പോൾ പൈസ ഉണ്ടായിക്കൂടെ, അതിന് തിരിച്ചെന്തേ കൊടുക്കേണ്ട ആവശ്യമുണ്ടോ, ഭാവിയിലോ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. അങ്ങനത്തെ നമ്മൾ പറയാം ട്രാൻസ്ഫർ പേയ്മെന്റ്. ഇതൊക്കെ ഇതിലാ വരിക, ഇൻവിസിബിൾ ഐറ്റംസിലാണ് വരിക ട്രാൻസ്ഫേഴ്സ്. ഇതാണ് കറണ്ട് അക്കൗണ്ട്.
ഈ കറണ്ട് അക്കൗണ്ട് അങ്ങോട്ടും പോകും ഇങ്ങോട്ടും വരും അല്ലെ. അപ്പൊ കറണ്ട് അക്കൗണ്ട് ഇങ്ങോട്ട് ചിലപ്പം ഇങ്ങോട്ട് കുടിച്ച് വരുമ്പോൾ അങ്ങോട്ട് പൈസ പോകും, പൈസ ഇങ്ങോട്ട് വരുമ്പോൾ ഇപ്പൊ അങ്ങോട്ട് കുടിച്ചു പോകും, അങ്ങനൊക്കെ ഉണ്ടാവും. അപ്പൊ അത് ഇങ്ങോട്ട് വരുന്നു അങ്ങോട്ട് പോകണോ നോക്കിയിട്ട് ആ ബാലൻസിനാണ് കറണ്ട് അക്കൗണ്ട് എന്ന് പറയാം. ഇത് ഇങ്ങോട്ട് വരുന്നതിനേക്കാളും എമൗണ്ട് തിരിച്ചു പോവാണ്. അപ്പൊ 1000 കോടി ഇങ്ങോട്ട് വന്ന് 1500 കോടി അങ്ങോട്ട് പോയി, 500 കോടി നഷ്ടം നമുക്ക് കുറവാണോ? ആ 500 കോടിയാണ് കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് എന്ന് പറയാം, CAD എന്ന് പറയുന്നത്, കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ്. ഇതെന്ത് ചിലപ്പോൾ എങ്ങനെ സംഭവിക്കും? ഈ 500 കോടി 1000 കോടി അങ്ങോട്ട് പോയി 1500 കോടിക്കുള്ള എമൗണ്ട് ഇങ്ങോട്ട് സാധനം ഇങ്ങോട്ട് വന്നു, അല്ലെങ്കിൽ എമൗണ്ട് ഇങ്ങോട്ട് വന്നു, പൈസ എന്തെങ്കിലും എക്സ്പോർട്ട് ചെയ്തിട്ട്. അപ്പൊ അത് കറണ്ട് അക്കൗണ്ട് സർപ്ലസ് ആണ്. ചിലപ്പോൾ കറണ്ട് അക്കൗണ്ട് ബാലൻസ് ഉണ്ടോ 1000 സെയിം ആയിരിക്കും. ഇന്ത്യക്ക് പൊതുവെ കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് ആണ് ഉണ്ടാവാറ്. അതിന് കാരണം എന്ന് പറയുന്നത് അതേസമയത്ത് ഇൻവിസിബിൾ നമുക്ക് പൊതുവെ സർപ്ലസ് ആണ് ഉണ്ടാവാറ്, സമയത്ത് വിസിബിളിൽ നമുക്ക് നെഗറ്റീവ് ഡെഫിസിറ്റ് ഉണ്ടാവാറ്. വിസിബിൾ എന്ന് പറയുന്നത് കണ്ടോ, ഈ വിസിബിൾ ഐറ്റംസ് എന്ന് പറയുന്നത് നമുക്ക് ക്രൂഡ് ഓയിൽ ആണ് എക്സ്പെഷ്യലി മെയിൻ്റെനൻസ്. കാരണം ഇന്ത്യ ഒരുപാട് ക്രൂഡ് ഓയിൽ സാധനം എന്ത് ചെയ്യുന്നില്ല, നമ്മൾ ഇന്ത്യയിൽ സാധനം ഇല്ലയാണ്, നമുക്ക് ഒരുപാട് ഉപയോഗമുണ്ട്. അപ്പൊ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു ഇമ്പോർട്ടാണ്. അതിന്റെ എമൗണ്ട് കുറച്ച് കൂടുതലുള്ളതുകൊണ്ടാണ് ഇൻവിസിബിൾ നമുക്ക് എന്ത് ചെയ്യാറ് എപ്പോഴും. സർവീസ് ഇന്ത്യയിൽ സോഫ്റ്റ്വെയറും അതുപോലെ കാര്യങ്ങളും സർവീസ് ഇന്ത്യ വേൾഡിൽ ഫസ്റ്റ് നമ്പർ 1 ആണ് ഏകദേശം. അപ്പൊ അതുകൊണ്ട് അത് നമ്മൾ എന്ത് ചെയ്യാണ് പൊതുവെ സർപ്ലസ് ഉണ്ടാവാറുണ്ട്. എങ്കിലും ഇത് രണ്ടും കൂടി വരുമ്പോൾ നമുക്ക് ഒരു ബാലൻസ് ആവാറുണ്ട്. എങ്കിലും ഡെഫിസിറ്റ് ആണെങ്കിൽ കൂടി കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് ആണെങ്കിൽ കുറവാണ് ഉണ്ടാവാറ്. പക്ഷെ ചില സമയത്ത് എന്ത് ചെയ്യും, പുറത്തോട്ടുള്ള ഇത് കുറയും ചെയ്യും, ഇവിടേക്കുള്ള ഇമ്പോർട്ട് കൂടും ചെയ്യും. ആ സമയത്ത് CAD ഭയങ്കരമായിട്ട് കൂടും. BOPയുടെ അതാണ് കറണ്ട് അക്കൗണ്ട്, അതിൽ ഡെഫിസിറ്റ് ഉണ്ടാവും സർപ്ലസ് ഉണ്ട്. അപ്പൊ ഈ ഡെഫിസിറ്റ് ആണ് ഇപ്പൊ ഉണ്ടായത്, അതാണ് CAD എന്ന് പറയുന്നത്. അടുത്താണ് ക്യാപിറ്റൽ അക്കൗണ്ട്. ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറയുന്നത് നമ്മൾ ഇതല്ലാത്ത ഇൻവെസ്റ്റ്മെന്റ് FD ആവട്ടെ FI ആവട്ടെ ലോൺ എടുക്കുക, പിന്നെ ബാങ്ക് അക്കൗണ്ട് NRI ട്രാൻസ്ഫർ, NRI ഇതിലാ വരിക കേട്ടോ, NRI ട്രാൻസ്ഫർ. ആ സമയത്ത് നമ്മൾ ഇങ്ങോട്ട് പൈസ അയക്കുന്നത് റെമിറ്റൻസ് ഇതിലാ വരിക, ഇൻവിസിബിൾ കറണ്ടിലാ വരിക. അപ്പൊ അതാണ് ക്യാപിറ്റൽ അക്കൗണ്ട്. ക്യാപിറ്റൽ അക്കൗണ്ട് അത്യാവശ്യം നമുക്ക് ഉണ്ടാവാറുണ്ട്. അത് രണ്ടും CAD അറിഞ്ഞിരിക്കുക കേട്ടോ. പിന്നെ ബാലൻസ് ഓഫ് ട്രേഡ് പറയാറുണ്ട്, BOT. ഇത് BOP ആണെങ്കിൽ ഇതിൽ ഇൻവിസിബിൾ ഐറ്റം മാത്രം എടുത്തിട്ട്, കാണാവുന്ന ഐറ്റം മാത്രം എടുത്തിട്ട് അതിന്റെ ബാലൻസിന് നമ്മൾ പറയുന്ന പേരാണ് ബാലൻസ് ഓഫ് ട്രേഡ്, അറിഞ്ഞിരിക്കണ BOT. അപ്പൊ BOT എന്ന് പറയുന്നത് BOPയുടെ ഉള്ളില്, അതിൽ തന്നെ കറണ്ട് അക്കൗണ്ടിന് ഉള്ളിൽ വരുന്ന ഒരു ഭാഗം മാത്രമാണ് BOT. ബാലൻസ് ഓഫ് ട്രേഡ് ഇന്ത്യക്ക് അധികവും നെഗറ്റീവ് ആണ് ഉണ്ടാവാറ്, ഞാൻ പറഞ്ഞല്ലോ. കാരണം എന്ന് പറയുന്നത് ട്രേഡ് ഐറ്റംസ്, ഗുഡ്സ് ഐറ്റംസിൽ നമ്മൾ എന്താണ് മറ്റുള്ള രാജ്യങ്ങൾ നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്നതിനേക്കാളും നമ്മൾ ഇമ്പോർട്ട് ചെയ്യാണ് ചെയ്യുന്നത്. എസ്പെഷ്യലി ഓയിലും മറ്റുള്ള സാധനങ്ങളൊക്കെ ചൈനയിൽ നിന്നുള്ള ഇമ്പോർട്ടൊക്കെ നമുക്ക് കൂടുതലാണ്. അത് മനസ്സിലാക്കി വെക്കുക. എന്തുകൊണ്ടാണ് ഇങ്ങനെ CAD കൂടാനുള്ള കാരണം? ഒന്ന് പറയുന്ന ഹയർ ട്രേഡ് ഡെഫിസിറ്റ്, നമ്മൾ പറയുന്ന BOT ട്രേഡ്, അത് നമുക്ക് എന്താണ് ഇമ്പോർട്ട് ഭയങ്കര കൂടുതലാണ് എക്സ്പോർട്ടിനെക്കാളും. അതാണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, സർവീസ് നമ്മൾ റെസിപ്റ്റ്സ് നമ്മൾ അത്യാവശ്യം നമുക്ക് ഉണ്ടാവാറുണ്ട്, പക്ഷെ ഈ സമയത്ത് കുറച്ച് കുറഞ്ഞു, അതും ഒരു കാരണമാണ് കേട്ടോ. പിന്നെ കമ്പ്യൂട്ടറിലൊക്കെ എക്സ്പോർട്ട് കുറഞ്ഞതുകൊണ്ടാണ്. പിന്നെ അതുപോലെ തന്നെ ഗ്ലോബൽ ഫാക്ടറിന് ഇമ്പാക്ട്, വേൾഡിൽ നടക്കുന്ന ചില ചലഞ്ചസ്, വോർ കാര്യങ്ങളൊക്കെ അതിന് ഇമ്പാക്ട് ചെയ്യാറുണ്ട്. പിന്നെ ഓയിൽ പ്രൈസ് കൂടിയത്, ഓയിലിന്റെ വില മുമ്പ് കുറഞ്ഞപ്പോൾ നമുക്ക് ഇമ്പോർട്ട് ചാർജ് കറണ്ട് അക്കൗണ്ട് തന്നെ വിസിബിൾ കുറവായിരുന്നെങ്കിൽ ഇപ്പൊ അത് വീണ്ടും കൂടി. പിന്നെ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് എന്ത് ചെയ്തിട്ടുണ്ട്, FDI ഡിക്ലൈൻ ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാണ് ഈ CAD ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് കാരണമായിട്ട് പറയാൻ പറ്റും. ഇതിന്റെ പൊട്ടൻഷ്യൽ ത്രെട്ട് എന്തൊക്കെയാണ്? ഇപ്പൊ CAD ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാലുള്ള പ്രശ്നങ്ങൾ എന്താണ്? സ്റ്റോക്ക് പെർസ്പെക്റ്റീവ് നോക്കുകയാണെങ്കിൽ ഇന്ത്യ എന്ത് ചെയ്യുന്നുണ്ട്, ഏകദേശം CAD 2.5 to 3% GDP ആയിട്ടൊക്കെ നിൽക്കാറുണ്ട് ക്രൈസിസ് ഇല്ലാതെ. ഓക്കെ, പക്ഷെ ഇത് കൂടി കഴിഞ്ഞാൽ പ്രശ്നങ്ങളുണ്ട്. ഒന്ന് ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് എന്ത് ചെയ്യുന്നുണ്ട്, ബാധിക്കും. ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ഒക്കെ ഇവിടുന്ന് പോകാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇൻവെസ്റ്റ്മെന്റ് ഇവിടുന്ന് പോകും. എക്സ്ചേഞ്ച് റേറ്റ് എന്ത് ചെയ്യും, അത് പ്രശ്നമാണ് കേട്ടോ. ലോങ് ടേം ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഫോർ ലോങ് ടേം ഡിക്രീസസ് ഉണ്ടാവും. അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, കറൻസി എക്സ്ചേഞ്ചിൽ ഫ്ലക്ച്വേഷൻസ് ഉണ്ടാവാനുള്ള കാരണമുണ്ട്, ഫോൾ ഉണ്ടാവാനുള്ള കാരണമുണ്ട്. കാരണം ഇൻഫ്ലേഷൻ എന്ത് ചെയ്യുന്നുണ്ട്, അത് പ്രൈസ് ഇൻസ്റ്റെബിലിറ്റി ഒക്കെ ഉണ്ടാവും. ഓക്കെ, ഇൻഫ്ലേഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്, വിലക്കയറ്റം ഉണ്ടാവാൻ സാധ്യതയുണ്ട്, അറിഞ്ഞിരിക്കാം. അത് നമ്മളുടെ ഡൊമസ്റ്റിക് സേവിങ്സിനെയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അത് ബാധിക്കും കേട്ടോ. അതൊക്കെ അതിന്റെ പ്രശ്നങ്ങളാണ്. പിന്നെ പേയ്മെന്റ് ഇംബാലൻസ് ഉണ്ടാവാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. BOP ക്രൈസിസ്, മുമ്പൊക്കെ നമ്മൾ ഉണ്ടായ ക്രൈസിലേക്ക് കൊണ്ട് എത്താൻ വേണമെങ്കിൽ 1991 ഉണ്ടായത് അതാണ്. പിന്നെ ഏഷ്യൻ ഫിനാൻഷ്യൽ ക്രൈസിസ് 1997 എന്ത് ചെയ്യുന്നുണ്ട്, ശ്രീലങ്ക ഉണ്ടായ ക്രൈസിസ്, ഇങ്ങനത്തെ ക്രൈസിലൊക്കെ അത് CAD കൂടി പോയി അത് എത്താനുള്ള സാധ്യത ഉണ്ട്. അപ്പൊ അതുകൊണ്ട് മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ളതാണ് സിമ്പിൾ ആയിട്ട് പറഞ്ഞു വരുന്നത്. അത് ഇമ്പോർട്ടന്റ് ആയ ടോപ്പിക് ആണ്, കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് അറിഞ്ഞിരിക്കാം. അടുത്ത വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ടോപ്പിക്കാണ് ഡേറ്റഡ് സെക്യൂരിറ്റീസ്. സെക്യൂരിറ്റി നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, സെക്യൂരിറ്റീസിനെ കുറിച്ച് പറയുന്നുണ്ടെന്നുള്ളത്. ക്യാബിനറ്റ് എന്താ ന്യൂസ് വരാൻ കാരണം, ഏകദേശം 6.55 ട്രില്യൺ എന്ത് ചെയ്യുന്നുണ്ട് മാർക്കറ്റിൽ നിന്ന് ഗവൺമെന്റ് എന്ത് ചെയ്യാണ്
ബോറോ ചെയ്യാൻ പോവാണ് സെക്കൻഡ് ഹാഫ് ഓഫ് ദി ഓൺ ഗോയിങ് ഫിനാൻഷ്യൽ ഇയറിൽ. അതുപോലെ തന്നെ ഇതിന്റെ ബജറ്റ് ഫിസിക്കൽ ഡെഫിസിറ്റ് ഏകദേശം 5.9 എത്താൻ സാധ്യതയുണ്ട്. GDP നമ്മൾ ടാർഗറ്റിലൊക്കെ ഒന്നും എത്തിയില്ല, ടാർഗറ്റ് 2.5 ഒക്കെയാണ്. എന്താണ് ഗവൺമെന്റ് സെക്യൂരിറ്റീസ്? ഗവൺമെന്റ് സെക്യൂരിറ്റി എന്ന് പറയുന്നത് ഒരു ട്രേഡബിൾ ഇൻസ്ട്രുമെന്റ് ആണ്. ഇഷ്യൂ ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെന്റ് ആണ്, അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റ് ആയിരിക്കും. എന്ത് ചെയ്യുന്നുണ്ട്? ഗവൺമെന്റിന്റെ ഡെപ്റ്റ് ഒബ്ലിഗേഷൻ ചെയ്തുകൊണ്ടാണ് അത് ഇഷ്യൂ ചെയ്യാം. ഗവൺമെന്റ് സെക്യൂരിറ്റി എന്ന് പറയുന്നത് ഒരു റിസ്ക് ഒന്നുമില്ല. കാരണം ഗവൺമെന്റ് നിങ്ങളെ കയ്യിൽ നിന്ന് എന്ത് ചെയ്യണം? ഇപ്പൊ നിങ്ങൾ ബാങ്കിന് പൈസ ഇടുന്നതിന് പകരം നിങ്ങൾ എന്ത് ചെയ്യാണ്? ഗവൺമെന്റ് സെക്യൂരിറ്റി വാങ്ങുകയാണെങ്കിൽ ഗവൺമെന്റ് പറയും ഈ ഒരു സെക്യൂരിറ്റിന്റെ വില ഒരു 1000 രൂപയാണ്. ഇപ്പൊ ഞാൻ എന്ത് ചെയ്യാം? 900 രൂപക്ക് തരാം. അപ്പൊ നീ വാങ്ങിക്കോ, ഇത്ര വർഷം കഴിഞ്ഞാൽ എനിക്ക് 1000 രൂപക്ക് തന്നെ തിരിച്ചു വാങ്ങുമെന്ന് പറയും. അല്ലെങ്കിൽ എന്ത് ചെയ്യും? 1000 രൂപക്ക് നീ വാങ്ങിക്കോ, ഞാൻ വർഷം എന്ത് ചെയ്യും? എത്ര ശതമാനം ഇൻട്രസ്റ്റ് റേറ്റ് തരാന്നൊക്കെ പറഞ്ഞ് വാങ്ങുന്ന സെക്യൂരിറ്റിയാണ് ഗവൺമെന്റ് സെക്യൂരിറ്റി എന്ന് പറയുന്നത്. ഇത് നോ റിസ്ക് ആണ്. കാരണം ഗവൺമെന്റ് തിരിച്ചടക്കുമല്ലോ, കാരണം അറ്റ്ലീസ്റ്റ് പൈസ അടിച്ചിട്ടെങ്കിലും തിരിച്ചടയ്ക്കും. അപ്പൊ അതുകൊണ്ട് ഇതിന്റെ റിസ്ക് ഫ്രീ ഗിൽറ്റ് എഡ്ജർ ഇൻസ്ട്രുമെന്റ് ആണ് ഇതിനെ പറയാറ് കേട്ടോ, അറിഞ്ഞിരിക്കാം. ഗവൺമെന്റ് സെക്യൂരിറ്റീസ് എന്ന് പറയുന്നത് ഫിക്സഡ് അല്ലെങ്കിൽ ഫ്ലോട്ടിംഗ് കൂപ്പൺ ആണ് ഇൻട്രസ്റ്റ് റേറ്റ് ഉണ്ടാവുക. അത് ഫേസ് വാല്യൂലാണ് കൊടുക്കുക കേട്ടോ. ഓൺലി പൊതുവെ ഹാഫ് ഇയർ ബേസിലാണ്. ഫേസ് വാല്യൂയിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്? അത് ഇൻട്രസ്റ്റ് റേറ്റ് കൊടുക്കും റെഡീം ചെയ്യുമ്പോൾ. അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? ഗവൺമെന്റ് എന്ത് ചെയ്യാറുണ്ട്? പൊതുവെ റേഞ്ച് 5 വർഷം മുതൽ 40 വർഷം വരെയൊക്കെയാണ് ഇത് പൊതുവെ ഉണ്ടാവാറ്. ഓക്കെ, ഒരുപാട് ടൈപ്സ് ഉണ്ട്. അപ്പൊ അതിനൊരു ഫേസ് വാല്യൂ ഉണ്ട്. ഓക്കെ, ഫേസ് വാല്യൂ കുറഞ്ഞ വാല്യൂക്കാണ് കൊടുക്കുക, ഡിസ്കൗണ്ടിലാണ് കൊടുക്കുക. ആ വ്യത്യാസമാണ് നിങ്ങളുടെ ലാഭം എന്ന് പറയുന്നത്. ഓക്കെ, അത് പല വർഷത്തിലേക്കുള്ള ഉണ്ട് കേട്ടോ. ലോങ് ടേം ഒക്കെയാണ് ഇൻട്രസ്റ്റ് റേറ്റ് ആ കൊടുക്കുക. ഇത്ര ശതമാനം ഇൻട്രസ്റ്റ് റേറ്റ് ആണ് തരും എന്ന് പറഞ്ഞിട്ടാണ് കൊടുക്കുക. പല ടൈപ്സ് ഉണ്ട്. ഒന്ന് പറയുന്നത് ട്രഷറി ബില്ല്, T-ബില്ല് എന്ന് പറയും. അത് ഷോർട്ട് ടേം ആണ്, ഡെപ്റ്റ് ഇൻസ്ട്രുമെന്റ് ആണ്. സെൻട്രൽ ഗവൺമെന്റ് മാത്രമേ ഇത് ഇറക്കാൻ പറ്റുള്ളൂ, സ്റ്റേറ്റ് ഗവൺമെന്റ് പറ്റൂല കേട്ടോ. 3 ടെനുവറിലേക്കാണ് ഇത് കൊടുക്കാറ്. 91 ദിവസം, 152 ദിവസം, 364 ഡേ. ഒരു വർഷത്തിന് താഴെ ആയിരിക്കും. അതിനാണ് ഷോർട്ട് ടേം പറയും. ഒരു വർഷത്തിന് മേലെ അല്ലെങ്കിൽ അതിന് ലോങ് ടേം ആണ്. അത് സ്റ്റേറ്റ് ഗവൺമെന്റിന് പറ്റും. ഷോർട്ട് ടൈം സെൻട്രൽ ഗവൺമെന്റ് മാത്രമേ പറ്റുള്ളൂ. അപ്പൊ ഇതൊക്കെ പൊതുവെ ചെയ്യാനാണ് 90 ഡേയ്സ് ഫേസ് വാല്യൂ കുറച്ച് കൊടുക്കുക ചെയ്യാം. ഉദാഹരണം 1000 രൂപയുടെ ഒരു ബോണ്ടിന്റെ വാല്യൂ എങ്കിൽ ട്രഷറി ബില്ലിന്റെ 900 രൂപ ഗവൺമെന്റ് കൊടുക്കും, 900 രൂപക്ക് വിൽക്കും. അപ്പൊ ഇപ്പൊ ഗവൺമെന്റ് എന്ത് ചെയ്യും? നിങ്ങൾക്ക് ഒരു 1000 ഒരു 100 വാങ്ങി, 900 രൂപക്ക് 100 വാങ്ങി 90000 രൂപ ഗവൺമെന്റ് കൊടുക്കണം. 92 ദിവസം കഴിഞ്ഞാൽ ഗവൺമെന്റ് പറയും ഞാനത് തിരിച്ചെടുക്കും എന്ന് പറഞ്ഞു 1000 രൂപക്ക് തിരിച്ചു തരും എന്ന് പറയും. അപ്പൊ 92 ദിവസം കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും? 900 രൂപ തിരിച്ചു തരും. അപ്പൊ നിങ്ങളെ തൊട്ട 100 1 ലക്ഷം രൂപ, നിങ്ങളെ ലാഭം എത്ര? 10000 രൂപ. ആ രീതിയിലാണ്. ഇത് സീറോ കൂപ്പൺ സെക്യൂരിറ്റീസ് ആണ് കേട്ടോ. അതിന് ഇൻട്രസ്റ്റ് റേറ്റ് കൊടുക്കൂല. ഈ ഷോർട്ട് ടൈമിൽ ഇൻട്രസ്റ്റ് റേറ്റ് അല്ല കൊടുക്കുക, ഫേസ് വാല്യൂ എന്നുള്ളത് കൊടുക്കുക ചെയ്യുക. അപ്പം ഇഷ്യൂഡ് ഇൻസ്റ്റെഡ് ദേ ആർ ഇഷ്യൂഡ് അറ്റ് ഡിസ്കൗണ്ടിൽ കൊടുക്കുക ചെയ്യുക. എന്നിട്ട് ഡീം എന്ത് ചെയ്യുക? ഫേസ് വാല്യൂ മെച്യൂരിറ്റി ഉണ്ടാവുക, ഫേസ് വാല്യൂ തിരിച്ചു കൊടുക്കും. ഈ ഡിസ്കൗണ്ട് ചെയ്തതിന് നമ്മൾ പറഞ്ഞ പേരാണ് 900, ഫേസ് വാല്യൂ ആണ് 1000. അപ്പൊ ഡിസ്കൗണ്ടിൽ കൊടുത്തിട്ട് പിന്നീട് എന്ത് ചെയ്യും? ഫേസ് വാല്യൂ തിരിച്ചു കൊടുക്കും. അപ്പൊ അവർക്ക് ലാഭം കിട്ടും. അപ്പൊ അല്ലാതെ എന്തില്ല, അതിന് സീറോ കൂപ്പൺ ആണ്, അഥവാ എന്തില്ല, ഇൻട്രസ്റ്റ് റേറ്റ് കൊടുക്കൂല ഷോർട്ട് ടൈമിന്. അടുത്ത ക്യാഷ് മാനേജ്മെന്റ് ബില്ല്. അതെന്ന് പറയുന്നത് ട്രഷറി ബില്ല് പോലെ തന്നെയാണ്. പക്ഷെ മെച്യൂരിറ്റി ലെസ് ദാൻ 91 ഡേയ്സിനെക്കാളും കുറവാണെങ്കിൽ അതിന് പറയുന്ന പേരാണ് ക്യാഷ് മാനേജ്മെന്റ്. ജസ്റ്റ് ക്യാഷ് മാനേജ് ചെയ്യാൻ വേണ്ടിയാണ് ആലോചിച്ചത്. മാനേജ്മെന്റ് എപ്പോഴും കുറഞ്ഞ ദിവസമല്ലേ ഉണ്ടാവുക, അങ്ങനെ ആലോചിച്ചാൽ മതി. പിന്നെ സ്റ്റേറ്റ് ഡെവലപ്മെന്റ് ലോൺ എന്ന് പറയും. അതെന്ന് പറയുന്നത് നോർമൽ ആക്ഷൻ എന്ത് ചെയ്യുന്നുണ്ട്? ഡേറ്റ് സെക്യൂരിറ്റീസ് നോർമൽ ഓപ്ഷൻസ് ബൈ സ്റ്റേറ്റ് ഗവൺമെന്റ് ഒക്കെ കൊടുക്കുന്നതാണ്. ഗവൺമെന്റ് സെക്യൂരിറ്റിയെ പോലെ തന്നെയാണ് കേട്ടോ. ഇനി ഗവൺമെന്റ് സെക്യൂരിറ്റി എങ്ങനെ ഇഷ്യൂ ചെയ്യുക? ഗവൺമെന്റ് നേരിട്ട് പോയി കൊടുക്കുക ചെയ്യാല്ല. മെക്കാനിസം എന്ന് പറയുന്നത് ഇഷ്യൂ ത്രൂ ഓപ്ഷനിലൂടെ കൊടുക്കുക. RBI ആണ് ഇത് പൊതുവെ കണ്ടക്ട് ചെയ്യാറ്. ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്, അതാണ് ഇക്യൂബർ. അറിഞ്ഞിരിക്കണം, ഇക്യൂബർ പ്ലാറ്റ്ഫോമിലൂടെയാണ് ഗവൺമെന്റ് സെക്യൂരിറ്റീസ് വിൽക്കുന്നത്. ആർക്കൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും? കൊമേഴ്ഷ്യൽ ബാങ്കിന്, ഷെഡ്യൂൾ അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്, പ്രൈമറി ഡീലേഴ്സ്, ഇൻഷുറൻസ് കമ്പനീസ്, പ്രൊവിഡന്റ് ഫണ്ട്, അത് ആളുകൾക്കൊക്കെ എന്ത് ചെയ്യാത്? കറണ്ട് അക്കൗണ്ടിൽ എല്ലാവർക്കും എന്ത് ചെയ്യാം? ഇത് ചെയ്യാൻ പറ്റും കേട്ടോ. അതുപോലെ തന്നെ സെക്യൂരിറ്റീസ് അക്കൗണ്ട് വിത്ത് RBI മെമ്പേഴ്സ് ഓഫ് ഇക്യൂബർ ആണ് ഓപ്ഷനിൽ പങ്കെടുക്കാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ്, കോർപ്പറേറ്റ്സും അവർക്ക് എന്താണ് അലോഡ് ആണ്, ഗവൺമെന്റ് സെക്യൂരിറ്റി മാർക്കറ്റിൽ പങ്കെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ പിന്നെ അതുപോലെ തന്നെ RBI എന്ത് ചെയ്യുന്നത്? അതിന്റെ ഭാഗമായിട്ട് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ നടത്തും. ഓക്കെ, അതിലാണ് എന്ത് ചെയ്യുന്നത്? സെയിൽ ഓഫ് അല്ലെങ്കിൽ പർച്ചേസ് ഓഫ് ദി ഗവൺമെന്റ് സെക്യൂരിറ്റീസ് ചെയ്യുന്നത്, ടൈം ടു ടൈം ചെയ്യാറ്. ലിക്വിഡിറ്റി കണ്ടീഷൻസ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ്. ഇപ്പൊ മാർക്കറ്റിൽ ഒരുപാട് പൈസ ജനങ്ങളുടെ കയ്യിൽ കൂടുതലാണ്. ഇവിടെ ഇൻഫ്ലേഷൻ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഗവൺമെന്റ് ഇത് ഇഷ്യൂ ചെയ്തിട്ട് ഇത് സെയിൽ ചെയ്ത് കഴിയുമ്പോൾ ജനങ്ങളുടെ കയ്യിലുള്ള ക്യാഷ് ഗവൺമെന്റിലോട്ട് എത്തും. അപ്പോൾ അവിടെ മണി സപ്ലൈ കുറയും. അങ്ങനെ ഇവിടെ ലിക്വിഡിറ്റി കൺട്രോൾ ചെയ്യും. അപ്പൊ ലിക്വിഡിറ്റി കൺട്രോൾ ചെയ്യാൻ വേണ്ടിയും ഉപയോഗിക്കുന്ന ഒരു ഇൻസ്ട്രുമെന്റും കൂടിയാണ് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ. നമ്മൾ നേരത്തെ ഫിസിക്കൽ പോളിസി പറഞ്ഞ പോലെ മോണിറ്ററി പോളിസി എന്താ പറഞ്ഞില്ല, ആ മോണിറ്ററി പോളിസിയിൽ വരുന്ന
ഒരു ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു ഐറ്റം കൂടിയാണ് ഈ ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് കേട്ടോ. ഗവൺമെന്റ് സെക്യൂരിറ്റി ബന്ധപ്പെട്ടുള്ള റിസ്കുകൾ എന്തൊക്കെയാണ്? ഒന്ന് മാർക്കറ്റ് റിസ്ക് ആണ്, പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ പ്രൈസിൽ മാറ്റം വരുമ്പോൾ ഉണ്ടാവുന്നതാണ്. മറ്റേ റീ ഇൻവെസ്റ്റ്മെന്റ് റിസ്ക് ആണ് കേട്ടോ. മറ്റൊന്ന് പറയുന്നത് ലിക്വിഡിറ്റി റിസ്ക് ആണ്. പെട്ടെന്ന് ലിക്വിഡേറ്റ് ചെയ്യുക, അതിനെ വാങ്ങാൻ ആളെ കിട്ടാത്ത പ്രശ്നം ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് നമുക്കത് ക്യാഷ് ആക്കാനുള്ള ബുദ്ധിമുട്ട് വരും. അങ്ങനത്തെ ചില റിസ്കുകൾ എന്ത് ചെയ്യുന്നുണ്ട്, അത് നേരിടുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുള്ള റിലേറ്റഡ് ന്യൂസ് ആണ്. ബോണ്ട് ഈൽഡ് എന്നുള്ളൊരു ടേം ഉണ്ട്. ബോണ്ട് ഈൽഡ് റീസെന്റ് RBI എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ നടത്താൻ തീരുമാനിച്ചു, അല്ലെങ്കിൽ സെയിൽ ഓഫ് ദി ഗവൺമെന്റ് സെക്യൂരിറ്റി നടത്താൻ തീരുമാനിച്ച് എന്ത് ചെയ്തിട്ടുണ്ട്, സ്പൈക്ക് ഇൻ ദ ബോണ്ട് ഈൽഡ് കൂടിയിട്ടുണ്ട്. ഏറ്റവും ഹൈയസ്റ്റ് ലെവലോട്ട് ബോണ്ട് ഈൽഡ്. ബോണ്ട് ഈൽഡ് എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ട് അതിന് കിട്ടുന്ന റിട്ടേൺ എന്ന് പറയുന്ന പേരാണ്. ഒരു ഇൻവെസ്റ്റർ എക്സ്പെക്ട് ചെയ്യുന്ന റിട്ടേൺ, ഓക്കെ, അതിനെ പറയുന്ന പേരാണ് ബോണ്ട് ഈൽഡ്. പിന്നെ അതുപോലെ തന്നെ ഈൽഡ് ഇസ് ഓൾസോ കോമൺലി ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയാറുണ്ട്, അല്ലെങ്കിൽ അതിനെ കോസ്റ്റ് ഓഫ് ബോറോയിങ് എന്ന് പറയാറുണ്ട്. ഇഷ്യൂർ കോസ്റ്റ് ഓഫ് ബോറോയിങ് ആണ്, ബോറോ ചെയ്തതിന് തിരിച്ചു വെക്കേണ്ട കോസ്റ്റ്, അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന ഇൻട്രസ്റ്റ് റേറ്റ്, അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന ഈൽഡ്, അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന റിട്ടേൺ, അതിനൊക്കെ നമുക്ക് എന്ത് പറയാം, ഈൽഡ് എന്ന് പറയാം. ഈ ഈൽഡും പ്രൈസും എന്താണ്, ഇൻവേഴ്സ്ലി റിലേറ്റഡ് ആണ്, അറിഞ്ഞിരിക്കുക. ഒന്ന് കൂടുമ്പോൾ മറ്റേ കുറയാ ചെയ്യാം. പ്രൈസ് കൂടി പറഞ്ഞാൽ പ്രൈസ് കൂടിയ ഈൽഡ് കുറയും, പ്രൈസ് കുറഞ്ഞാൽ ഈൽഡ് കൂടും. ഓക്കെ, ഈ ഇതുണ്ട്, ഇതൊക്കെ ഇങ്ങനെയൊക്കെ വരച്ചു ചിലൊക്കെ വളരെ സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യാൻ ആൻസർ ഒക്കെ ചെയ്യുന്ന സമയത്ത് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. കറക്റ്റ് അറിയുന്നുള്ളതൊക്കെ ബോണ്ട് പ്രൈസും ഈൽഡും തമ്മിലുള്ള റിലേഷൻ ആണ്, ഇൻവേഴ്സ്ലി ആണ്. ഒന്ന് കൂടുമ്പോൾ മറ്റേ കുറയാ ചെയ്യാം. ഇൻവേഴ്സ്ലി ആണെന്ന് അറിഞ്ഞിരുന്നാൽ മതി, പിന്നെ നിങ്ങൾക്ക് ആലോചിക്കാൻ പറ്റുമല്ലോ. അതാണ് ആ ന്യൂസ് ഉണ്ടായിരുന്നത്. ഓക്കെ ആണോ? അടുത്തത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു ന്യൂസ് ആണ് GST വരാൻ കാരണം 50ാമത്തെ GST കൗൺസിൽ നടന്നിട്ടുണ്ട്. അതിലെന്ത് ചെയ്തിട്ടുണ്ട്, GST 28% ഇമ്പോസ് ചെയ്തിട്ടുണ്ട്. ഇതിനൊക്കെ മുകളിൽ കാര്യം ഓൺലൈൻ ഗാംബ്ലിംഗ്, ഹോഴ്സ് റൈസിംഗ്, കാസിനോ, ഇതിനൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, 28% GST ഇമ്പോസ് ചെയ്തിട്ടുണ്ട് ന്യൂസ് വരാൻ കാരണം. അപ്പൊ ടാക്സ് റേറ്റ് എന്ന് പറയുന്നത് 28% ടാക്സ് അപ്പ് ചെയ്തിട്ടുണ്ട് ഓൺ ദ ഇനീഷ്യൽ എമൗണ്ട് പെയ്ഡ്. ഇനീഷ്യൽ എമൗണ്ട് കൊടുക്കൂലേ ഇവിടെ, അല്ലാതെ എവിടെ അല്ല, ടോട്ടൽ വാല്യൂ ഓഫ് ഈച്ച് ബെറ്റ് പ്ലേസ് ചെയ്യുന്നതിനല്ല, ഇനീഷ്യൽ എമൗണ്ടിലേക്കാണ്. ബോത്ത് ഗെയിംസ് ബേസ്ഡ് ഓൺ ബോത്ത് സ്കിൽ ആൻഡ് ചാൻസിനെ ബേസിലൊക്കെ ഉള്ളതുണ്ട്. പിന്നെ അതുപോലെ തന്നെ ടാക്സ് ഓഫ് ഏഴ് ടാക്സ് ഉണ്ട്. ഓൺലൈൻ ഗെയിമിംഗ് ഫേംസിന് മുകളിലും ടാക്സ് ഈടാക്കിയിട്ടുണ്ട്. എന്തിനു വേണ്ടി ഇന്റഗ്രേറ്റഡ് GST ആക്ട് അതിന് വേണ്ടിയിട്ട് അമെൻഡ് ചെയ്തിട്ടുണ്ട്. ഓൺലൈൻ ഗെയിംസ് എന്ന് പറയുന്നത് ഗെയിംസ് ഓഫ് സ്കിൽ ഉണ്ട്. ഔട്ട്കംസ് ഡിപ്പെൻഡ് ഓൺ ദ പ്ലേയേഴ്സ് എക്സ്പെർട്ടൈസ് ബേസ് ചെയ്തിട്ടാണ്, പ്രാക്ടീസ് എക്സ്പീരിയൻസ് ബേസ് ചെയ്തിട്ടാണ്. അല്ലാതെ ജസ്റ്റ് ചാൻസ് മാത്രം പോരാ, സ്കില്ലും കൂടി ഉള്ളത് അത്. ഗെയിം ഓഫ് ചാൻസ് എന്ന് പറയുന്നത് എന്താണ്, ഇവിടെ റാൻഡമൈസ്ഡ് ഈവൻസ് ആണ്, ചാൻസ് ആണ് അവിടെ ഉള്ളത്, അല്ലാതെ നമ്മളെ കഴിവല്ല. പോസ്റ്റ് ട്രേഡിംഗ് അത്, ഗാംബ്ലിംഗ് ഒക്കെ അങ്ങനെ വരാം. അപ്പൊ GST നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, GST എന്ന് പറയുന്ന ഒരു സിംഗിൾ ഡൊമസ്റ്റിക് ഇൻഡയറക്റ്റ് ടാക്സ് ആണ്, മൾട്ടി സ്റ്റേജ് ആണ്, ഡെസ്റ്റിനേഷൻ ബേസ്ഡിലുള്ള ടാക്സ് ആണ് കേട്ടോ. എവിടെ ലെവി ചെയ്യുക, ലെവിഡ് ഓൺ എവരി വാല്യൂ അഡീഷനിൽ ടാക്സ് അടക്കണം. 2017 ജൂലൈ 1 മുതലാണ് ഇത് പ്രാബല്യത്തിൽ വന്ന് 101ാമത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് പ്രകാരമാണ് വന്ന്. മുമ്പുണ്ടായിരുന്ന ഒരുപാട് ഇൻഡയറക്ട് ടാക്സുകൾ റീപ്ലേസ് ചെയ്തിട്ടാണ് ഇത് വന്നത്, വാറ്റും സർവീസ് ടാക്സ് ഒക്കെ. ഈ ടാക്സിൽ ഐഡിയ ആദ്യമായിട്ട് മുന്നോട്ട് വെക്കുന്നത് കേൽക്കർ ടാസ്ക് ഫോഴ്സ് ആണ്. 2000 മുന്നോട്ട് വെക്കുന്നുണ്ട്. ഒക്കെ അറിഞ്ഞിരിക്കാം. പിന്നെ പോലെ തന്നെ ഇത് അറിഞ്ഞിരിക്കണേ, വെബ് ബേസ്ഡ് ഡെയിലി പെർഫോമൻസ് മാനേജ്മെന്റ് സിസ്റ്റം ആണ്. GST സ്ട്രക്ചർ എന്ന് പറയുന്നത് സെൻട്രൽ GST ഉണ്ട്, സ്റ്റേറ്റ് GST ഉണ്ട്, ഇന്റർസ്റ്റേറ്റ് GST ഉണ്ട്. സെൻട്രൽ GST എന്ന് പറയുന്നത് കളക്ട് ചെയ്യുന്ന സെൻട്രൽ ഗവൺമെന്റ് ആയിരിക്കും. ഇന്റർസ്റ്റേറ്റ് സെയിലാണ് കളക്ട് ചെയ്യുക, എന്നിട്ട് ഷെയർ ചെയ്യും. സെൻട്രൽ സ്റ്റേറ്റിന്റെ ഇടയിൽ ഈക്വൽ ആയിട്ട് ഷെയർ ചെയ്യും. സ്റ്റേറ്റ് GST കളക്ട് ചെയ്യുന്ന സ്റ്റേറ്റ് ഗവൺമെന്റ് ആയിരിക്കും. ഇൻട്രാ സ്റ്റേറ്റിനുള്ളിൽ വരുന്ന കളക്ഷൻ സ്റ്റേറ്റാ ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, അത് സെൻട്രലും സ്റ്റേറ്റ് ഗവൺമെന്റ് ഇടയിലും ഷെയർ ചെയ്യാണ് ചെയ്യുക. ഇന്റർസ്റ്റേറ്റ് GST എന്ന് പറയുമ്പോൾ കളക്ട് ചെയ്യുന്ന സെൻട്രൽ ഗവൺമെന്റ് ആണ്. ഇന്റർസ്റ്റേറ്റിലാണ്, മറ്റേ ഇൻട്രാ സ്റ്റേറ്റ്, മറ്റേ ഇൻട്രാ സ്റ്റേറ്റ് സെയിൽ, ഇത് ഇന്റർ സ്റ്റേറ്റ് സെയിലാണ് കേട്ടോ. ഇന്റർസ്റ്റേറ്റ് GST ഉള്ളതെന്ന് അറിഞ്ഞിരിക്കാം. സെൻട്രൽ ആണ് എന്ത് ചെയ്യുക, സെൻട്രൽ ഷെയർ എന്ന് പറയുന്നത് പിന്നെ ഡെസ്റ്റിനേഷൻ ഓഫ് ഗുഡ്സിന്റെ ബേസിലാണ് ഷെയർ ചെയ്യുക. മറ്റൊക്കെ ഈക്വലി ഷെയർ ചെയ്യുക ചെയ്യേണ്ടത്. മറ്റേന്ന് പറയുന്നത് എത്രത്തോളം ഉണ്ട് നോക്കിയിട്ടാണ് ഷെയർ ചെയ്യുക. GSTയുടെ നീഡ് എന്തായാലും നമുക്ക് GST കൊണ്ടുവരേണ്ട ആവശ്യം എന്താ, ഒന്നെന്ന് പറയുന്ന ഒരു സിംഗിൾ നാഷണൽ മാർക്കറ്റ് ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഓരോ സംസ്ഥാനത്ത് പല തരത്തിലുള്ള ടാക്സ് ഒഴിവാക്കുക. കോംപ്ലിക്കേറ്റഡ് ടാക്സസ് റെജിംസ്, അതുപോലെ തന്നെ ടാക്സ് കാസ്കേഡിംഗ് എഫക്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു, അത് പ്രശ്നം ഒഴിവാക്കുക. അതുപോലെ തന്നെ കാരണം ഇവിടെയും ടാക്സ് എടുക്കണം, അടുത്ത സംസ്ഥാനത്ത് എവിടെയും ടാക്സ് എടുക്കണം, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഒഴിവാക്കുക. ടെക്നോളജി ഇൻകോർപ്പറേറ്റ് ചെയ്യുക, ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ഉണ്ടാക്കുക, ഹൈ കോസ്റ്റ് ഓഫ് ടാക്സ് കളക്ഷൻ എന്ത് ചെയ്യായിരുന്നു, അത് കുറയ്ക്കുക. അതൊക്കെ ആയിരുന്നു ഇത് കൊണ്ടുവരാനുള്ള നീഡ്.
ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. ഒന്ന് GST നെറ്റ്വർക്ക് ഉണ്ട്, ഒരു നോൺ പ്രോഫിറ്റ് കമ്പനിയാണ്, 100% ഗവൺമെന്റ് കീഴിൽ വരുന്ന കമ്പനിയാണ്. ഇവരാണ് എന്ത് ചെയ്യുന്നത്, ഈ ഇതിന്റെ IT ബാക്ക് ബോൺ എന്ന് പറയുന്നത്. പിന്നെ GST അപ്പലേറ്റ് ട്രിബ്യൂണൽ ഉണ്ട്, ഇവരാണ് സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്, ഒരു സ്റ്റാറ്റ്യൂട്ടറി ആക്ട് പ്രകാരം ഉണ്ടാക്കിയിരിക്കുന്നത്, സെൻട്രൽ GST ആക്ട് പ്രകാരം ഉണ്ടാക്കിയതാണ്. സെക്കൻഡ് അപ്പീൽ വരുന്നത് ഇവിടെ കേട്ടോ, സെക്കൻഡ് അപ്പീൽ. അതുപോലെ തന്നെ ഫസ്റ്റ് കോമൺ ഫോറം ഓഫ് ദി ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ, സ്റ്റേറ്റ്മെന്റ് ഡിസ്പ്യൂട്ട് ഒക്കെ ഉണ്ടാകുമ്പോൾ ഇവിടെയാണ് പരിഹരിക്കുന്നത്. ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഹിയർ അപ്പീൽ അഗെയിൻസ്റ്റ് ഓർഡർ പാസ്ഡ് ബൈ ദ അപ്പലേറ്റ് അതോറിറ്റി ഉണ്ട്. റിവിഷണൽ അതോറിറ്റിയുടെ അപ്പീലൊക്കെ സ്വീകരിക്കുന്നത് ഇവരായിരിക്കും, GST അപ്പലേറ്റ് ട്രിബ്യൂണൽ ആയിരിക്കും എന്ന് അറിഞ്ഞിരിക്കാം. ഇതിൽ ചില ചേഞ്ചസ് 2023 കൊണ്ടുവന്നിട്ടുണ്ട്. ക്വാളിഫിക്കേഷൻ, GST AT മെമ്പർ ആവാനുള്ള ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് അഡ്വക്കേറ്റ് അറ്റ്ലീസ്റ്റ് 10 വർഷം എക്സ്പീരിയൻസ് ഉള്ള അഡ്വക്കേറ്റ്സിന് എന്ത് ചെയ്യാൻ പറ്റും, ജുഡീഷ്യൽ മെമ്പർ ആയിട്ട് അപ്പോയിന്റ് ചെയ്യാൻ പറ്റും. മിനിമം ഏജ് എന്ന് പറയുന്നത് 50 ആണ്. ഇൻക്രീസ്ഡ് ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 67 മുതൽ 70 വയസ്സ് വരെ ആക്കിയിട്ടുണ്ട്. മെമ്പേഴ്സിൻ്റെത്, പ്രസിഡന്റിൻ്റെത്, മെമ്പേഴ്സിനാണ് 65 മുതൽ 67 വയസ്സ് വരെ മെമ്പേഴ്സിനും വയസ്സ് പറ്റും. പിന്നെ GST കൗൺസിൽ, മറ്റേ സ്റ്റാറ്റ്യൂട്ടറി ആണ് GST കൗൺസിൽ, കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്. ആർട്ടിക്കിൾ പ്രസിഡന്റ് ആണ് ഇത് അപ്പോയിന്റ് ചെയ്യുന്നത്, എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് ആർട്ടിക്കിൾ 279A പ്രകാരം. GSTന്റെ ആർട്ടിക്കിൾ അറിഞ്ഞിരിക്കണം 279. ജോയിന്റ് ഫോർ ആണ്, സെൻട്രൽ സ്റ്റേറ്റ്സ് ഒരുമിച്ചിരിക്കുന്ന ഒരു ജോയിന്റ് ഫോർ ആണ്. അതിൽ ചെയർപേഴ്സൺ എന്ന് പറയുന്നത് യൂണിയൻ ഫിനാൻസ് മിനിസ്റ്റർ ആണ്. മെമ്പേഴ്സ് എന്ന് പറയുന്നത് യൂണിയൻ മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ്സ് ഉണ്ട്, ഇൻചാർജ് ഓഫ് റവന്യൂ വരുന്നത്, മിനിസ്റ്റർ ഇൻചാർജ് ഓഫ് ഫിനാൻസ്, ടാക്സേഷൻ ഒക്കെ ഇതിൽ മെമ്പേഴ്സ് ആയിട്ട് വരും. ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത് വോട്ടിങ്ങിലൂടെ ഉണ്ടാവുക, 3/4 മെജോറിറ്റി വേണം ജയിക്കണമെങ്കിൽ. അതിൽ തന്നെ സെന്ററിന് 33% വോട്ടുള്ള സെന്ററിന്. അപ്പൊ സെന്റർ തീരുമാനിക്കാതെ ഒരു നിയമം ഇവിടെ നിയമമാവൂല. പക്ഷെ സെന്റർ മാത്രം തീരുമാനിച്ചുകൊണ്ടാവുക, അതും ആവൂല. എല്ലാ സ്റ്റേറ്റ്സ് തീരുമാനിച്ച് സെന്റർ എതിർത്താൽ നിയമമാവൂല എന്ന് അറിഞ്ഞിരിക്കാം. കൗൺസിലാണ് ഡിസിഷൻസ് എടുക്കുക, അതിലൊക്കെ ടാക്സ് റൈറ്റ്സ്, എക്സംഷൻസ്, ടാക്സ് ഷെയറിംഗ്, സെൻട്രൽ സ്റ്റേറ്റ്സ് ഇങ്ങനത്തെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഈ GST കൗൺസിലായിരിക്കും. GST കൗൺസിൽ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണെന്ന് അറിഞ്ഞിരിക്കാം. അതാണ് അതിൽ അറിയേണ്ട മറ്റൊരു ന്യൂസ്. ഇനി 2 ന്യൂസും കൂടി നമുക്കുള്ളത്. അടുത്ത ന്യൂസ് വരുന്നത് ടാക്സ് ബേസ് വൈഡൻ ചെയ്യുന്നുണ്ട്. റീസെന്റ് ഗവൺമെന്റ് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് എന്താണ്, ഇൻട്രൊഡക്ഷൻ ഓഫ് ദി ന്യൂ ട്രാക്കിംഗ് ഫീച്ചേഴ്സ് ഒക്കെ വൈഡൻ ചെയ്യാൻ, ടാക്സ് ബേസ്, ടാക്സ് ഇറക്കുന്ന ആളുകളുടെ എണ്ണം കൂട്ടുക, സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ. അതിന്റെ ഭാഗമായിട്ട് ഗവൺമെന്റ് ചെയ്ത സ്റ്റെപ്സ് എന്താണ്, ഒന്ന് ക്രോസ് സീഡിംഗ് ഓഫ് ദി പാൻ എന്ത് ചെയ്യുക, ആധാർ കാർഡും അക്കൗണ്ടായിട്ട് ലിങ്ക് ചെയ്യിക്കാം. ഓക്കെ, അത് ട്രാൻസാക്ഷൻസ് ഒക്കെ അതിലാണ് ഫോർമൽ ആക്കാൻ വേണ്ടിയാണ്. പിന്നെ പുതിയ TDS കോഡ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്, 35 to 65 കോഡ്സ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ന്യൂ ഡാറ്റ സോഴ്സ് ഇതാക്കിയിട്ടുണ്ട്, സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷന്റെ. കറന്റ് സിനാരിയോ നോക്കുകയാണെങ്കിൽ നമ്മുടെ ടാക്സ് ടു GDP റേഷ്യോ എന്ന് പറയുന്നത്, GDPയുടെ എത്ര ശതമാനം ടാക്സ് കിട്ടുന്നുണ്ട് എന്ന് പറയുന്നത് എന്താണ്, GDP റേഷ്യോ, ടാക്സ് GDP റേഷ്യോ എന്ന് പറയുന്നത് റേഷ്യോ ഓഫ് ദി ടാക്സ് റവന്യൂ, ഡയറക്റ്റ് ആവട്ടെ ഇൻഡയറക്റ്റ് ആവട്ടെ, ഓഫ് കൺട്രി കമ്പയർഡ് ടു GDP. അതായത് GDPയുടെ എത്ര ശതമാനം, എത്ര റേഷ്യോ ഉണ്ട് ടാക്സ് എന്നുള്ളതാണ്, ടാക്സ് റവന്യൂ എന്നുള്ളതാണ്. ടാക്സ് GDP റേഷ്യോ എന്ന് പറയുന്നത് 11.1% ആണ് 2023 ഫൈനാൻഷ്യൽ ഇയറിൽ. അതിൽ ഡയറക്റ്റ് ടാക്സ് ആണ് കൂടുതൽ 6%, പിന്നെ ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത് 5% കേട്ടോ. പിന്നെ ഇത് പറയുന്നത് എന്താണ്, യൂസ്ഫുൾ ആണ് എന്തിനെ, ഇതാക്കാൻ വേണ്ടി, മെഷർ ചെയ്യാൻ വേണ്ടി, ഓഫ് ദി കൺട്രീസ് കപ്പാസിറ്റി ജനറേറ്റ് ടാക്സ് റവന്യൂ എത്രത്തോളം കിട്ടുന്നു കാണിക്കുന്നതാണ്. ഡിക്രീസ് ടാക്സ് GDP റേഷ്യോ ഡിക്രീസ് ആണ് കാണിക്കുന്നതെങ്കിൽ എന്താണ്, എക്കണോമിക് ഗ്രോത്ത് സ്ലോയിങ് ആണ് അവിടെ കാണിക്കുക. എക്കണോമിക് ഗ്രോത്ത് കുറയുമ്പോഴല്ല ആളുകളുടെ കയ്യിൽ പൈസ കുറയാം, അപ്പൊ ടാക്സ് അടക്കുന്നത് കുറയാം. അപ്പൊ ടാക്സ് GDP കുറയും. ടാക്സ് GDP കൂടുകയാണെങ്കിൽ എക്കണോമിക് ഗ്രോത്ത് റേറ്റ് ഉണ്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാം, മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഫയലിംഗ്, ഇൻകം റിട്ടേൺ ടാക്സ് ഫയൽ ചെയ്യണം. 5.3% ടോട്ടൽ പോപ്പുലേഷന്റെ ഇൻകം ടാക്സ് അടക്കുന്നത് കേട്ടോ. ഇത് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് 860-ലാണ്, ജെയിംസ് വിൽസൺ ആണെന്ന് അറിഞ്ഞിരിക്കുക. ബ്രിട്ടീഷ് ഇന്ത്യൻ ഗവൺമെന്റിലെ ഫസ്റ്റ് ഫിനാൻസ് മിനിസ്റ്റർ ആയിരുന്നു ജെയിംസ് വിൽസൺ. 860. ടാക്സ് എന്ന് പറയുന്നത് ടെമ്പറലി റിപ്പീൽ ചെയ്തിട്ടുണ്ട് 865, 886. പിന്നെ അതിനുശേഷം ഇതുവരെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ഇതിന്റെ സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കുകയാണെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്, സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ട് ടാക്സിന്റെ നെറ്റ് ഡയറക്ട് ടാക്സ് കളക്ഷൻ എന്ന് പറയുന്നത് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട് 121%. ഡയറക്ട് ടാക്സ് ടു GDP റേഷ്യോ എന്ന് പറയുന്നത് അതും കൂടിയിട്ടുണ്ട് 5.97. ഡയറക്ട് ടാക്സ് ബയാൻസി എന്ത് ചെയ്യുന്നുണ്ട്, ഹയസ്റ്റ് ആണ് ലാസ്റ്റ് 15 വർഷം നോക്കുമ്പോൾ. ഈ 3 കാര്യങ്ങൾ എന്താണ്, ഇൻക്രീസ് ആണ്. നെറ്റ് ഡയറക്ട് ടാക്സ് കളക്ഷനും ഡയറക്ട് ടാക്സ് ടു GDP
റേഷ്യോ, ഡയറക്റ്റ് ടാക്സ് ബൊയാൻസിക്ക് കൂടിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കി വെക്കാം. ലോ ടാക്സ് ബേസ് ഉണ്ടാവാൻ ഇപ്പൊ നമ്മൾ ലോ ടാക്സ് ബേസ് ആണ് മറ്റുള്ള ഡെവലപ്ഡ് കൺട്രീസ് കമ്പയർ ചെയ്യുമ്പോൾ അത് എന്തുകൊണ്ടൊക്കെയാണ് ഇന്ത്യയിൽ ഒന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ ഇൻഫോർമൽ സെക്ടറാണ്. അപ്പൊ അവര് കറക്റ്റ് എത്ര പൈസ കിട്ടി വരവ് ചെലവാകുന്ന എഴുതിയൊക്കെ ഒന്നുമില്ല, അതിനനുസരിച്ചല്ലേ ഗവൺമെന്റ് ടാക്സ് വാങ്ങാറ്റുള്ളൂ. പിന്നെ അഗ്രികൾച്ചർ ടാക്സ് എക്സംഷൻ ഉണ്ട്. ഇന്ത്യയിൽ കൂടുതൽ അഗ്രികൾച്ചർ മേഖല ബന്ധപ്പെട്ടാണ് 60% ആളുകളുടെ ഇൻകം ഇതുമായി ബന്ധപ്പെട്ട, അപ്പൊ അവർക്ക് ടാക്സ് ഇല്ല. പിന്നെ ഹൈ ഇൻസിഡൻസ് ഓഫ് ദി ടാക്സ് ലിറ്റിഗേഷൻ ഉണ്ട്. പക്ഷെ 5 ലക്ഷത്തോളം എന്താണ് കേസ് പെൻഡിങ് ആണ്. പിന്നെ ടെക്നിക്കൽ എക്സ്പെർട്ടൈസ്, റിസോഴ്സ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറവാണ്. അഡ്മിനിസ്ട്രേഷൻ അതുകൊണ്ട് തന്നെ വീക്ക് ആവുന്നുണ്ട്, ടാക്സ് അഡ്മിനിസ്ട്രേഷൻ. ഇതുമായി ബന്ധപ്പെട്ട റിലേറ്റഡ് ന്യൂസ് ആണ് ഏഞ്ചൽ ടാക്സ്. മിനിസ്റ്റർ ഓഫ് ഫിനാൻസ് എന്ത് ചെയ്തിട്ടുണ്ട്, ചേഞ്ചസ് കൊണ്ടുവന്നിട്ടുണ്ട് ഏഞ്ചൽ ടാക്സിൽ. പിന്നെ അതുപോലെ തന്നെ ടാക്സ് പ്രൊവിഷൻസിലൊക്കെ നോട്ടിഫൈഡ് ഫോറിൻ എൻറ്റിറ്റീസ് എക്സംപ്റ്റഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഏഞ്ചൽ ടാക്സ് എന്ന് പറയുന്നത് 2012 കൊണ്ടുവന്നാണ്. ടാക്സ് ലെവീഡ് ഓൺ ദ ക്യാപിറ്റൽ റൈസർ ബൈ ദ അൺലിസ്റ്റഡ് കമ്പനീസ് എന്താണ് റൈസ് ചെയ്യുന്ന ടാക്സ്. പുതിയ കമ്പനീസ് വരുമല്ലോ, അവര് റൈസ് ചെയ്യുന്ന ടാക്സ് ഈടാക്കുന്ന ടാക്സ് ആണ് ഏഞ്ചൽ ടാക്സ് എന്ന് പറയും. ഓക്കെ, ഇതെന്താണ് അൺഅക്കൗണ്ടഡ് മണിക്ക് ഇതിലേക്ക് വരാൻ സാധ്യതയുണ്ട്, അത് നോക്കാൻ വേണ്ടിയാണ് ഇതിന് ടാക്സ് ഈടാക്കിയിട്ടുള്ളത്. ഓക്കെ, അറിഞ്ഞിരിക്കാം. പിന്നെ സോറി, അടുത്ത ന്യൂസ് ഒഫീഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. മിനിസ്റ്റർ ഓഫ് സ്റ്റാറ്റി ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെന്റേഷൻ ചെയ്തിട്ടുള്ള ഒരു ഡ്രാഫ്റ്റ് നാഷണൽ പോളിസി ഓൺ ഒഫീഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ് എന്നുള്ള ഒരു ഇത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ പോളിസി എന്ന് പറയുന്നത് റീഇൻഫോഴ്സ് ദ യുണൈറ്റഡ് നേഷൻസ് ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾസ് ഓഫ് ഒഫീഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ്. യുനെസ്കോ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അതിൽ ഓൾറെഡി വേണം ഇന്ത്യ അത് അഡോപ്റ്റ് ചെയ്തത് 2016 അതിന്റെ ത്രസ്റ്റ് ഏരിയാസ് എന്തൊക്കെയാണ് ഇതിൽ പറയുന്നത്? ഒന്ന് ക്രിയേഷൻ ഓഫ് ദി ഇന്റഗ്രേറ്റഡ് ഡാറ്റാ സിസ്റ്റം ഉണ്ടാക്കണം എന്ന് പറയുന്നുണ്ട്. ന്യൂസ് ജസ്റ്റ് ഒന്ന് അറിഞ്ഞു തന്നായിട്ട്, അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. ഇന്നോവേഷൻ ഹബ്ബ് ഉണ്ടാക്കണം എന്ന് പറയുന്നുണ്ട്, എമർജിംഗ് ടെക്നോളജീസ്. പിന്നെ കോർ ഒഫീഷ്യൽ സ്റ്റാറ്റസ് പറയുന്നുണ്ട് കേട്ടോ, GDP, പെർ ക്യാപിറ്റ ഇൻഡെക്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. പ്രസന്റ് സ്റ്റാറ്റസ് നോക്കുകയാണെങ്കിൽ മിനിസ്റ്റർ ഓഫ് സ്റ്റാറ്റി ആണ് ഇതൊക്കെ ഇന്ത്യൻ നോഡൽ ഏജൻസി എന്ന് പറയുന്നത്. പിന്നെ ഡയറക്ടറേറ്റ് ഓഫ് എക്കണോമിക് സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ട്, കോർഡിനേറ്റ് ചെയ്യുന്നവരാണ്. നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ കമ്മീഷൻ ഉണ്ട്, ഒരു അപ്പെക്സ് അഡ്വൈസറി ബോഡിയാണ്. പിന്നെ ഇത് 7th ഷെഡ്യൂളിൽ ഏത് ലിസ്റ്റിലാണുള്ളത്? എൻട്രി 94 ഓഫ് ദി യൂണിയൻ ലിസ്റ്റിലാണ് വരുന്നത് കേട്ടോ, ലിസ്റ്റ് 1 വരുന്നത്. അതുപോലെ തന്നെ എൻട്രി 45 കൺകറന്റ് ലിസ്റ്റിലും വരുന്നുണ്ട്. ലെജിസ്ലേഷൻ എന്ന് പറയുന്നത് എക്സ്ക്ലൂസീവ് സ്റ്റാറ്റിസ്റ്റിക്കൽ ലോ സെൻസസ് ആക്ട് 1948 ഉണ്ട്. ആ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, കറക്ഷൻ ഓഫ് സ്റ്റാറ്റിസ്റ്റിക് ആക്ട് 2008 ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതുമായി ബന്ധപ്പെട്ട് വരുന്ന ആക്ടുകളാണ്. ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. അതാണ് അതിൽ നിങ്ങൾ അറിയേണ്ട ന്യൂസ്. ഫിസ്ക്കൽ പോളിസിയുമായി ബന്ധപ്പെട്ട് അറിയേണ്ട പ്രധാനപ്പെട്ട ന്യൂസ് ആണ് നമ്മൾ ഇത്രയും പറഞ്ഞത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസ് ആണ് ഫിസ്ക്കൽ പോളിസിയിൽ വരുന്നത്. സ്റ്റേറ്റ് ഫിനാൻസ്, അതിൻ്റെ ഉള്ളിൽ തന്നെ സ്റ്റേറ്റ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, പബ്ലിക് ഡെപ്റ്റ്, അല്ലെങ്കിൽ ഓഫ് ബഡ്ജറ്റ് ബോറോയിങ്, കറന്റ് അക്കൗണ്ട് ഡെഫിസിറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡെറ്റ് സെക്യൂരിറ്റീസ് ടൈപ്സ് ഏതൊക്കെ, ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്, GST വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ടാക്സ് ബേസ് കൂടുന്നത് ഒഫീഷ്യൽ സ്റ്റാറ്റി. ഒഫീഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ് മാത്രം ഇമ്പോർട്ടൻ്റ് അല്ല, ബാക്കിയുള്ള ടോപ്പിക്കുകളൊക്കെ ഇമ്പോർട്ടൻ്റ് ടോപ്പിക് ആണ്. നമുക്ക് ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ലേബർ, എംപ്ലോയ്മെന്റ് ആൻഡ് സ്കിൽ ഡെവലപ്മെന്റ്, പിന്നെ ബാങ്കിങ് ആൻഡ് മോണിറ്ററി പോളിസി ഉണ്ട്. മോണിറ്ററി പോളിസിയുടെ വരാൻ പോകുന്നുണ്ട്. അപ്പൊ നമ്മൾ പറഞ്ഞത് എന്താണ്, ഫിസ്ക്കൽ പോളിസിയാണ് മാത്രം. ഇനി ബാങ്കിങ്ങും അതുപോലെ തന്നെ RBIയുടെ പോളിസിയുമായി ബന്ധപ്പെട്ട് ഉള്ള മോണിറ്ററി പോളിസിയും നമുക്ക് എന്ത് ചെയ്യണം, അടുത്ത ക്ലാസ്സിൽ, നാളത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. എങ്ങനെയാണ് ക്ലാസ് ചെയ്ത രീതിയിൽ മുന്നോട്ട് പോയാൽ മതിയോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ അറിയിക്കുക. മറ്റുള്ളവരോട് ഷെയർ ചെയ്യാൻ വിട്ടുപോകരുത്. ടെലിഗ്രാമിൽ ജോയിൻ ചെയ്യാത്തവർ അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ജോയിൻ ചെയ്യാൻ മറക്കരുത്. ഡയറക്റ്റ് ആയിട്ട് എന്റെ മെന്റർഷിപ്പ് നിങ്ങൾക്ക് വേണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ നമ്മുടെ ഇൻഡിവിജ്വൽ മെന്ററിംഗ് പ്രോഗ്രാം ഉണ്ട്, അതിലേക്ക് ജോയിൻ ചെയ്യാം. 8590840840 എന്നുള്ള നമ്പറിൽ ബന്ധപ്പെടാം. അതുപോലെ തന്നെ ഡീറ്റെയിൽ ആയിട്ട് സബ്ജക്റ്റും കാര്യങ്ങളൊക്കെ മെയിൻസ് ഓറിയന്റഡ് ആയിട്ടും പ്രിലിംസ് ഓറിയന്റഡ് ആയിട്ടൊക്കെ പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ നമ്മുടെ PCM ക്ലാസ് നടക്കുന്നുണ്ട്. പ്രിലിംസ് കം മെയിൻസ് പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. താല്പര്യം ആളുകളുള്ള നമ്പറുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ.